Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. I think more than rage and anger, we feel so helpless that why are we not able to do something about it? I'm still licking my wounds. കുറേ സമയമെടുക്കും. എനിക്ക് ആരുടെ മുമ്പിൽ വെച്ച് കരയാൻ പോലും എനിക്ക് പറ്റില്ല. എനിക്കൊരു ഭയങ്കര ഒരു ഐ റിയലി വോണ്ട് മൂവ് ഓൺ ബിക്കോസ് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരു ലൈഫേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് രണ്ട് സൈഡ് ഉണ്ട്. ഒരു ഫൺ സൈഡാണ് ഞാൻ എപ്പോഴും പോർട്രേ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു സീരിയസ് സൈഡ് ഉണ്ട്. എൻ്റെ ഇമോഷൻസ് ആർ ലൈക്ക് ദിസ്. അത് ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ബിക്കോസ് ഐ ഫീൽ ഐ എം അവേ ഫ്രം എവറിഥിങ്. ഞാൻ എന്തെങ്കിലും തിരക്കാണെങ്കിലും ഒരു പക്ഷേ നവീൻ അടുത്ത് ഞാൻ ഇങ്ങനെ സ്ഥലത്താണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രണയം. അങ്ങനെ I'll just go to a cocoon. I'll have my guard up. I'll be like inside an invisible wall. മിക്കപ്പോഴും ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ് വിത്ത് ഗോഡ്. സംതിങ് ഹാപ്പൻസ് ലൈക്ക് റിയലി ബാഡ്, വി ഫീൽ ഓക്കെ എന്തോ ഒരു മോശം സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാൾ വലുത് എന്തെങ്കിലും സംഭവിക്കും. സോ ഇറ്റ് ഇസ് ലൈക്ക് ലൈഫ് വിൽ ത്രോ എ കർവ് ബോൾ അറ്റ് യു എനി ടൈം വെൻ യു ആർ ലീസ്റ്റ് എക്സ്പെക്റ്റഡ്. ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം കരഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പുറത്ത് വരുന്നുണ്ട്. പക്ഷെ പുറത്ത് വരുമ്പോൾ എല്ലാം ഐ ആം എവറിഥിങ് അണ്ടർ കൺട്രോൾ. ഐ എം സോ കമ്പോസ്ഡ്. സി ലുക്ക് അറ്റ് മീ, ഐ എം വെരി ഹാപ്പി പേഴ്സൺ എന്നുള്ളൊരു സാധനമായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരിക. വാട്ട് മേക്സ് യു സ്റ്റിക്ക് ടു ആക്ടിങ് ഇവൻ ടുഡേ? ഇത്രയും വർഷങ്ങൾ വർക്ക് ചെയ്തിട്ട്. That is a tough question because there are so many times I really want to quit. Hello and welcome everybody to the show, and today we have with us none other than Bhavana. Bhavana, welcome to our show and I'm so excited. Cinema ഇറങ്ങാണ്. And Anomie. ഒരു പ്രത്യേകതരം പേരാണ് അനോമി. അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയുമോ പ്ലീസ്? അനോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാക്ക് ഓഫ് സോഷ്യൽ ഓർഡർ എന്നാണ്. ലൈക്ക് നോംലെസ്നെസ്, സർട്ടൻ നോംസ് ടു ദ സൊസൈറ്റി, അതില്ലാണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അനോമി എന്ന് പറയുന്നത്. ഐ മീൻ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഫസ്റ്റ്. അവർ വന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഈവൻ മൈ ഫസ്റ്റ് റിയാക്ഷൻ വാസ് എന്നായിരുന്നു. Then I had to Google. So this is what director meant by Anomie. And ഈ ക്യാരക്ടർ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സാറ ഫിലിപ്പ് അല്ലേ? ആൻഡ് ഞാൻ ഇതിനു മുമ്പ് പറയട്ടെ, ഐ ലവ് ദ വേ യു പോർട്രേഡ് അൻബാവ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല നമുക്ക് ഭയങ്കരമായിട്ട് എമ്പത്തി തോന്നുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. വേ യു ഹാവ് ഹാൻഡിൽ ഇറ്റ്സ് എ വെരി ലെങ്ത് ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടില്ലെങ്കിലും നടികരിലെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അന്ന് വന്നല്ലോ നമ്മുടെ, അതെ, നമ്മളന്ന് ഗ്രൂപ്പായിട്ടാണ് നടികറിന് വന്നിരുന്നു. സോ ടെൽ മീ അബൌട്ട് സാറ ഫിലിപ്പ്. Zara Philip is a very bold, feisty female and composed on the outside. But deep down, she is very vulnerable, very emotional and very protective about her younger brother. അനിയന് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറയുന്നത് സാറയ്ക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ പുറത്ത് കാണുമ്പോൾ മേ ബി നമുക്ക് തോന്നും ദാറ്റ് യുനോ സോർട്ട് ഔട്ട് കൈൻഡ് ഓഫ് ഗേൾ, എവറിത്തിങ് അണ്ടർ കൺട്രോൾ കൈൻഡ് ഓഫ്. പക്ഷേ ഡീപ് ഡൗൺ അങ്ങനെയല്ല, വളരെ ഇമോഷണലാണ്. സോ അത്രയ്ക്കും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു അനിയൻ്റെ ഡിസപ്പിയറൻസ് എങ്ങനെ സാര ഫിലിപ്പ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജേർണി. അവിടുന്ന് എംപാർക്ക് ചെയ്യുന്ന ഒരു ജേർണി ടു നോ ദ ആൻസേഴ്സ്, വൈ, വാട്ട്, ഹൗ, ഹൂ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിന് വേണ്ടി സാരയുടെ ഒരു ജേർണിയാണ് ശരിക്കും അനോമി. ഈ ക്യാരക്ടറിനോട് യെസ് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ടറാണ്. ആൻഡ് ഇൻഫാക്ട് കുറേ സ്റ്റേക്സ് ഉണ്ട് ഓൺ ദിസ് മൂവി ഫോർ യു പേഴ്സണലി സ്പീക്കിംഗ്. യു ആർ റിയലി ഇൻവെസ്റ്റഡ് ഇൻ ദിസ് മൂവി ഡൂയിങ് വെൽ. അപ്പോൾ അതൊരു വലിയ റിസ്ക്കും കൂടിയാണ് എടുത്തത്. അതെ. സോ വാട്ട് മെയ്ഡ് യു സേ യെസ് ഫൈനലി? ഞാൻ പേഴ്സണലി ത്രില്ലർ ഫിലിംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഫേവറേറ്റ് ജോണറാണ് ത്രില്ലർ. പക്ഷെ അധികം ത്രില്ലർ ഫിലിംസ് ഞാൻ ചെയ്തിട്ടില്ല. മേ ബി ഇൻ കന്നഡ ഐ ഹവ് ഡൺ കേസ് ഓഫ് കൊണ്ടാന, അങ്ങനത്തേക്കുള്ള മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കന്നഡയിൽ. പക്ഷേ ത്രില്ലർ ഫിലിംസിൻ്റെ ഒരു 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 ഇമ്പോർട്ടൻറ്റ് ഭാഗമാവാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ജേർണിയിൽ ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. സോ എനിക്കും ഒരു റീഇൻവെൻറ്റിങ് മൈസെൽഫ് എന്നുള്ളൊരു ഫേസിലാണ് ഞാനും ഉള്ളത്. ബിക്കോസ് ഐ ഹവ് ഡൺ സോ മെനി ഫിലിംസ് ഓവർ ദ ഇയേഴ്സ്. ആൻഡ് അതിൽ കുറേ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിലും കുറച്ച് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും കുറേ ക്യാരക്ടേഴ്സിൽ. ബബ്ലി, ഭയങ്കര ഫൺ ലവിങ് ഗേൾ, ടോക്ക് എ ലോട്ട്,
കുറച്ച് ടോം ബോയിഷാണ്, ബോൾഡാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സിമിലാരിറ്റീസ് ഒന്നും ഇല്ലാതെ സംതിങ് റിയലി ഡിഫറെൻറ്റ്, ലൈക്ക് വിച്ച് ഐ ഹാവൻ ഡൺ ബിഫോർ എന്നുള്ളൊരു സംഭവം സാറാ ഫിലിപ്പിനുണ്ട്. സാറാ ഫിലിപ്പിനെ മാറ്റി നിർത്തിയാൽ പോലും ഈ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ ഭയങ്കര അട്രാക്റ്റഡ് ആയിരുന്നു. ഇവർ വന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നിരുന്നു. ഓക്കെ, ദിസ് ഇസ് നൈസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഭയങ്കര ഞാൻ ഫസ്റ്റ് കേട്ടോണ്ട്, ഞാൻ റിയാസ് മാരാത്ത് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്, ഹിസ് ഫസ്റ്റ് ഫിലിം, ആൻഡ് ഹീസ് എ വെരി സെൻസിബിൾ ഡയറക്ടർ. ആൾ തന്നെയാണ് റൈറ്റർ. സോ ഞാൻ പറഞ്ഞു എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കണം, ജസ്റ്റ് കേൾക്കുന്ന പോലെയല്ല, ഫുൾ സ്ക്രിപ്റ്റ്, ജസ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് ജസ്റ്റ് ഗിവ് മീ, ഞാൻ വായിക്കട്ടെ. ദേ സെഡ് യാ ഓക്കെ. ഞാൻ അത് സംഭവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ വി ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ സോ മെനി കോൺവെർസേഷൻസ് ഇതിനെ പറ്റി, ത്രില്ലർ ഫിലിംസിനെ പറ്റി, ഈ ജോണറിൻ്റെ കാര്യങ്ങളെ പറ്റി, കുറേ പോസിബിലിറ്റീസിനെ പറ്റി, അബൌട്ട് ദ ക്യാരക്ടേഴ്സ്, സ്റ്റോറി, എല്ലാം പറ്റി നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷൻസിലൂടെ ഈവൻ ഒരു ഫെയ്ത്ത് ഡെവലപ്പായി, ഒരു ട്രസ്റ്റ്. ഓക്കെ, ഹീസ് കേപ്പബിൾ, നമുക്കിത് ചെയ്യാൻ പറ്റും, നല്ലതാണ് എന്നുള്ളൊരു സംഭവം. അങ്ങനെയാണ് ശരിക്കും ഈ മൂവിയിൽ എത്തിപ്പെട്ടത്. പിന്നെ ബീങ് എ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ദാറ്റ് വാസ് നോട്ട് പ്ലാൻഡ് അറ്റ് ഓൾ. ആദ്യത്തെ സ്കെഡ്യൂളൊന്നും അങ്ങനത്തെ ഒരു തോട്ടേ ഉണ്ടായിരുന്നില്ല. മേ ബി ആഫ്റ്റർ ഫസ്റ്റ് സ്കെഡ്യൂൾ ഓർ സംതിങ്, ഓർ മേ ബി സെക്കൻഡ്, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് തന്ന ഒരു തോട്ടാണ്, ആർ യു ഇൻട്രസ്റ്റഡ് ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ദിസ്, ലൈക്ക് ടു ബി എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, ആർ യു ഇൻട്രസ്റ്റഡ്? ആൻഡ് അവർ തന്നൊരു തോട്ടാണ്, ദർ ഇസ് നോ പ്രഷർ, നോ കമ്പൽഷൻ, യു തിങ്ക് അബൌട്ട് ഇറ്റ്. Have you been a producer before? നോട്ട് എക്സാക്ട്ലി. നവീൻ മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഞാനായിട്ട് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ കൈൻഡ് ഓഫ് ഇതിൽ വന്നിട്ടില്ല. ഇതിൽ എത്രത്തോളം ഹാൻഡ്സ് ഓൺ പ്രൊഡ്യൂസർ ആയിരുന്നു? വല്ലതും നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞോ? അത്യാവശ്യം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ ഇറങ്ങിപ്പോയി എല്ലാവരോടും പറഞ്ഞ് അങ്ങനത്തെ ഇതല്ലെങ്കിൽ പോലും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഉണ്ടോ പ്രൊഡ്യൂസർ ആവാൻ? Now that you are I'm still learning, so I don't know. ഒരു too early to say an answer ആണ്. നോക്കട്ടെ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Be a producer. So if everything falls on right place, I don't know. നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഈ മൂവി വന്നപ്പോൾ അവർ തന്നൊരു തോട്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ അതിനൊക്കെ വന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത പോർഷൻസിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അവരെടുത്ത ഷോർട്സിൽ ദ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ശരി, അതിൻ്റെ സ്റ്റോറി ലൈൻ അതൊന്ന് നമുക്കൊരു ട്രസ്റ്റ് വരികയാണ്. ദിസ് ഇസ് നോട്ട് എന്താ പറയുക ബാഡ് മൂവി, ദിസ് മൂവി ഹാസ് സം ഗുഡ് ക്വാളിറ്റി, ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട് റിയലി വെൽ എന്നുള്ളൊരു മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് യെസ്. സാറയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഹോൾഡ് വിത്ത് യു ആൻഡ് നോട്ട് ലെറ്റ് ഗോ ഓഫ്, ഇനി മുന്നോട്ടുള്ള കാലവും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് എനിക്ക് പിടിച്ചു വെക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സാറ ഭയങ്കര റെസിലിയൻ്റ് ആണ്, വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഒരാളല്ല. ഭാവനയും റെസിലിയൻ്റ് ആണ്. അങ്ങനെ വിട്ടൊന്നും കൊടുക്കൂല, തളർന്നാലും പിന്നെയും ഉയർന്നെണീക്കും ലൈക്ക് എ ഫീനിക്സ്. Then that you already have. Maybe I will not realize it. Everybody else thinks that way about you. Yes. So സാറയുടെ വേറെ ക്വാളിറ്റി എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു വെരി പ്രാക്ടിക്കൽ. അതൊക്കെ കുറച്ച് ഞാനുമാണ്, കുറേയൊക്കെ പ്രാക്ടിക്കലാണ്. ആൻഡ് വൺ ക്വാളിറ്റി എന്ന് പറയാനായിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഐ തിങ്ക് ലൈക്ക് ഓൾമോസ്റ്റ് ഓക്കെ ഞാനും അങ്ങനെയാണല്ലോ എന്ന് തോന്നിപ്പോവാണ്. സോ ഐ ഡോണ്ട് നോ, ബട്ട് ഐ റിയലി ലൈക്ക് ഹർ. ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് സാറ ഫിലിപ്പ്. Sometimes you need to like move out of your body and look at yourself from another person. Yeah. Eyes, I've never done that. ഈ കണ്ണുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സഡൻലി റാൻഡം തോട്ടാണ്, യു ഹാവ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐസ് ഐ ഹാവ് സീൻ. അപ്പോൾ എത്ര ആമ്പിള്ളേർ ഈ കണ്ണുകളെ കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്? കവിതകൾ എഴുതുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഐ ഡു ഗെറ്റ് സം കോംപ്ലിമെന്റ്സ് ലൈക്ക് നൈസ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ ഞാൻ കോൺവെന്റിലാണ് പഠിച്ചത്. ഞാൻ ചിന്മയിൽ പഠിച്ചു കുറച്ചു കാലം വരെ, പക്ഷെ തീരെ കുഞ്ഞായിരുന്നു. പിന്നെ ഹോളി ഫാമിലി ആയിരുന്നു, ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഓൺലി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ബോയ്സ് ഇൻറ്ററാക്ഷൻ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും അത്യാവശ്യം ഇപ്പം ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനത്തെ കുറച്ച് ഓരോ ഫൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കണ്ണിനടുത്ത് അങ്ങനെ ചോദിച്ചെങ്കിൽ പെട്ടെന്ന് ഓർമ്മയില്ല. ടോക്കിംഗ് അബൌട്ട് ദ മൂവി അഗൈൻ, ഈ കാസ്റ്റിൻ്റെ കാര്യം പറയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാസ്റ്റ്, ബിക്കോസ് ഐ നോ വിഷ്ണു ഈസ് എ ഫിനോമിനൽ പെർഫോമർ. വിഷ്ണു ആൻഡ് അർജുൻ, ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ്. വിഷ്ണുവിനെ ഞാൻ കുറേ വർക്ക് കണ്ടിട്ടുള്ള, ഐ ഓൾവേസ് തോട്ട് ഹിസ് ഈസ് സ്പ്ലെൻഡിഡ്. വാട്ട് വാസ് ഹിസ് കൊളാബറേഷൻ ലൈക്ക്? ആൻഡ് ഓഫ് കോഴ്സ് റഹ്മാൻ. ഈ ഒരു കൊളാബറേഷൻ, ഈ ഒരു സ്പേസ്, വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഫോർ യു?
വിഷ്ണു അഗസ്ത്യാനെ ആക്ച്വലി ഞാൻ ഈ മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിഷ്ണു അഗസ്ത്യാനെ മൂവി അതിന് മുമ്പ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഈ മൂവി കണ്ട് നമ്മൾ എടുത്ത സീൻസ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണുന്ന ഒരു വേർഷൻ കാണുമ്പോഴാണ് ഞാൻ റിയാസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതാരാ എന്ന് ചോദിക്കുന്നത്. ലൈക്ക് ഞാൻ ഏതോ 2-3 സീൻസ് കണ്ടപ്പോൾ. അപ്പോൾ റിയാസ് പറഞ്ഞു വിഷ്ണു അഗസ്ത്യ. ഞാൻ പറഞ്ഞു കൊള്ളാട്ടോ നന്നായി ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ഒരു റിമാർക്ക്. അതിനുശേഷം പിന്നെയാണ് ഞാൻ റൈഫിൾ ക്ലബ്ബ് കാണുന്നത്. അപ്പം തന്നെ ഐ അണ്ടർസ്റ്റുഡ് ഓ മൈ ഗോഡ് ഹീസ് ഗുഡ്. സോ എനിക്ക് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് മൃദുലയ്ക്ക് വിഷ്ണുവിനെ അറിയാം. അപ്പം ഞാനിങ്ങനെ മൃദുലയുടെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു. ആൻഡ് നമ്മുടെ മൂവിയിൽ എനിക്ക് വിഷ്ണുവായിട്ട് കോമ്പിനേഷൻ ഇല്ല. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് ഷെബിൻ എൻ്റെ ബ്രദറായിട്ട് ഷെബിനായിട്ട് കോമ്പിനേഷൻസ് ഉണ്ട്. ഈവൻ റഹ്മാൻ സാറായിട്ട് പോലും എനിക്ക് അധികം കോമ്പിനേഷൻസ് ഇല്ല. ഉണ്ട് എങ്കിലും കാണുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നു. അങ്ങനെ ഒരുപാടില്ല. അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു ജേർണി ആണിത് ശരിക്കും സാറയുടെ. അപ്പോൾ എനിക്ക് വിഷ്ണുവായിട്ട് ഇല്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രൊമോഷൻ ഇൻ്റർവ്യൂസിന് വന്നപ്പോഴാണ് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നത് ദാറ്റ് വിഷ്ണു ഞാനിങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ദെൻ അർജുൻ ഞാൻ തന്മാത്ര കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ എവിടെയോ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടോ എവിടെയോ വെച്ച് കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. ആ സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല കൂട്ടായിരുന്നു. ഇടയ്ക്ക് സംസാരിക്കും വിളിക്കും. പിന്നെ തന്നെ എവിടെയൊക്കെയോ നമ്മളത് തിരക്കിൽ പോയി. പിന്നെ അഗൈൻ ഈ മൂവിയുടെ ഷൂട്ടിന് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഹീസ് അഗൈൻ ഒരു വളരെ നല്ലൊരു ആക്ടറാണ്. പിന്നെ ഷെബിൻ ലവ്ലി ടു വർക്ക് വിത്ത്. ഷെബിനും ബേസിക്കലി എനിക്ക് തോന്നുന്നു ഉള്ള ക്യാരക്ടേഴ്സിലൊക്കെ ഒരു ഫീമെയിൽ ക്യാരക്ടറേ ഉള്ളൂ, ഭാവന മാത്രമേ ഉള്ളൂ. അല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഉണ്ട് അങ്ങനെ വന്ന് പോകുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊരു മിസ്റ്ററി ത്രില്ലർ സസ്പെൻസ് ഉള്ളതുകൊണ്ട് കുറേയൊന്നും എനിക്ക് റിവീൽ ചെയ്യാനും പറ്റില്ല. ഈവൻ റഹ്മാൻ സാറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട് വന്ന കുറേ സിനിമകളുണ്ട് 80s 90s. അപ്പം അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് എ കംപ്ലീറ്റ് ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടറും ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെയാണ് ആളുടെ. അപ്പോൾ അതും ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയിരിക്കും. ഹണ്ടുമായിട്ട് സാമ്യമുണ്ടോ സിനിമയ്ക്ക്? പോസ്റ്റർ കണ്ടപ്പോൾ ഒരുപോലെ തോന്നി. അതൊരു ഹൊററാണ് ശരിക്കും, പ്രേതം കൈൻഡ് ഓഫ്. ഈ സൈഫൈ ത്രില്ലർ എവിടെ എഴുതി കണ്ടിരുന്നു അനോമി? അത് ആക്ച്വലി സൈഫൈ ഒരു ചെറിയ എലമെന്റ് ഉണ്ട് ഇതിൽ. ഒരു സൈഫൈൻ്റെ ഒരു എലമെന്റ് ഉണ്ട്. സൈഫൈ എന്നൊരു ഫുൾ ഫിലിമിനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലൊരു എലമെന്റ്, ഒരു സൈഫൈ എലമെന്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഈസ് ദ മോസ്റ്റ് റീസെന്റ് മൂവി ദാറ്റ് യു വാച്ച്ഡ് ആൻഡ് യു റിയലി എൻജോയ്ഡ്? മലയാളം? I watched Feminici Fatima. I like that film. It's really good. Yeah. Then I watched Loga. Then Echo. Going back to 2002, ആ സമയത്ത് ഐ ഗെസ് ഐ ഹാവ് മിസ്ഡ് എ ഫ്യൂ ഓഫ് യുവർ മൂവീസ്. അതൊരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ പറയണം, കാരണം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആൻഡ് എന്തോ ആ സാഹചര്യം, കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നു, തിയേറ്ററിൽ പോവുക അല്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ കുറേ മിസ്സായിട്ടുണ്ട്. പക്ഷേ വെൻ ഐ ലുക്ക് അറ്റ് യുവർ ബോഡി ഓഫ് വർക്ക് ഞാൻ കണ്ടിട്ടുള്ളത് from 2002 to around 2016 or even 2013 വരെ എന്ന് വേണമെങ്കിൽ പറയാം. തുരുതുര ഒരു വർഷത്തിൽ you used to do about 8 to 9 movies, and it's not a small number, and many of them were hits. Many of them are very popular movies. Bhavana, what was life like then? എങ്ങനെയായിരുന്നു, ലൈക്ക് ഹൗ വുഡ് യു കോപ്പ് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് സ്കെഡ്യൂൾസ്? അന്ന് എത്ര ദിവസങ്ങൾ എടുക്കുമായിരുന്നു സിനിമ ഫിനിഷ് ചെയ്യാൻ? വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഫോർ യു ദെൻ? See, I started working from a very young age. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 വയസ്സല്ലേ? യാ. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിലിം ഞാനൊക്കെ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ അങ്ങനെ ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ടയർഡ് ആവും, ഉറക്കമില്ലാണ്ട് ഇരിക്കും. പക്ഷേ നമ്മളങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് വർക്ക് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇപ്പോൾ അവിടെ ഒരു 40 ഡേയ്സിൽ ഷൂട്ട് കഴിഞ്ഞ സിനിമകളുണ്ട്, 35 ഡേയ്സിൽ കഴിഞ്ഞ സിനിമകളുണ്ട്, 60 ഡേയ്സ് എടുത്ത സിനിമകളുണ്ട്, 110 ഡേയ്സ് എടുത്ത സിനിമകളുണ്ട്. പക്ഷെ അതിൽ എല്ലാ ദിവസവും ഇപ്പം ഞാൻ വർക്ക് ചെയ്യേണ്ടി വരില്ല. ചിലപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു 28 ഡേയ്സ് ആയിരിക്കാം, ഒരു 30 ഡേയ്സ് ആയിരിക്കാം, മേ ബി ഒരു 20 ഡേയ്സ് ആയിരിക്കാം, അങ്ങനെ. അപ്പം മിക്കപ്പോഴും എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ വേറൊരു ഇതിൽ പോയി ചിലപ്പോൾ ആദ്യം തിരിച്ചിങ്ങോട്ട് അങ്ങനത്തെ ഒരു ഹെക്റ്റിക് ട്രാവൽ. ആൻഡ് അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു ആ സമയത്ത്, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമായിരുന്നു. ഉറക്കം ശരിയാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ക്രോണിക് ബാച്ചിലർ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യായിരിക്കും. മറ്റേ എന്ന് വെച്ചാൽ ഏർലി ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് പോണ്ടിച്ചേരിയിൽ പിന്നെ സ്വപ്നക്കൂട് നടക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം, അപ്പോൾ ഫ്ലൈറ്റ് ചിലപ്പോൾ ഒരു ഫ്ലൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പോണ്ടിച്ചേരി വരെ കാറിൽ വരും. ഓൾമോസ്റ്റ് 12-13 hours എന്തോ.
അവിടെ വരിക, റെഡിയാവുക, ഷൂട്ട് ചെയ്യുക, പിന്നെ തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെ കാറിലൊക്കെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്രേസി ഹെക്ടിക് സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഹൗ ഡിഡ് ഐ ഈവൻ ഡൂ ദാറ്റ് എന്നുള്ളൊരു സാധനം തോന്നും. പക്ഷെ അന്ന് അത് അങ്ങനെ ആലോചിക്കുന്നില്ല. ജസ്റ്റ് വർക്കിംഗ് ആൻഡ് വർക്കിംഗ്. ഞാൻ ഇപ്പോൾ ഭാവന എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമയ്ക്ക്, അതായത് നമ്മൾ എന്ന സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് ആൻഡ് സ്പെഷ്യൽ മെൻഷൻ. അതിനുശേഷം ഐ തിങ്ക് ദേവനാമത്തിലല്ലേ യു ഗോട്ട് ബെസ്റ്റ് സപ്പോർട്ട് സെക്കൻഡ് ആക്ട്രസ്. യു ഓൾറെഡി ഹാഡ് ദാറ്റ് ടാലൻറ്റ് ഇൻ. ഈ ആദ്യത്തെ സിനിമയ്ക്കൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് ഇന്നേറ്റ് ടാലൻറ്റ്. വാട്ട് വാസ് ഇറ്റ് ഇൻ ദാറ്റ് എൻവയൺമെൻറ്റ് ദാറ്റ് യു വർ റേസ്ഡ് ഈ ഒരു ആക്ടിങ്ങിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കിയത്? ഈവൻ വെൻ ഐ വാസ് എ കിഡ്, എൻ്റെ ഉള്ളിൽ എനിക്ക് സിനിമ എന്ന് പറഞ്ഞൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. മുൻപ് പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനൊരു അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ സിനിമാ കഥകൾ കേട്ടിട്ടുണ്ട്, ലൊക്കേഷനിൽ നടക്കുന്ന ഫൺ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എവിടെയൊക്കെയോ ഞാൻ അറിയാതെ തന്നെ ഇറ്റ് വാസ് ലൈക്ക് ഇംപ്രിൻറ്റഡ് ഇൻ മൈ ബ്രെയിൻ ദാറ്റ് ഓ മൈ ഗോഡ് സിനിമ, ഐ തിങ്ക് ഐ വോണ്ട് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. എങ്ങനെയോ എവിടെയോ എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ആൻഡ് ഞാൻ അങ്ങനെ മൂവി കാണുമ്പോൾ വളരെ പണ്ട് തൊട്ടേ ഞാൻ ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ഞാൻ അതുപോലെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊരു കൊടയുടെ അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇറ്റ്സ് ലൈക്ക് ഒരു ചെറുതായിട്ട് നമ്മൾ ടേസ്റ്റ് അറിഞ്ഞു തുടങ്ങി അതിൻ്റെ. ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് ഗുഡ് എന്നുള്ളൊരു സംഭവം. അങ്ങനെയാണ് നമ്മൾ സമയത്തേക്ക് എത്തുന്നത്. അതിനെന്തെങ്കിലും ഓഡിഷൻ ഉണ്ടായിരുന്നോ? ജസ്റ്റ് ലാൻഡഡ് അപ്പ് ഇൻ ദ മൂവി? Because I'm talking about someone who's done close to 90 movies. This is my 90th. 23 years in the industry. അത് നമ്മൾ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ടി ഒന്നും വന്നിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻഡ് ആസ് ഇൻ തൃശ്ശൂർ ഒരു ചെറിയ ഒരു ACV എന്ന് പറഞ്ഞൊരു ചാനലിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. 10th കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പിൽ ഒരു പാട്ട് പ്രോഗ്രാം. അത് കണ്ടിട്ട് ഈ കലവൂർ രവിചേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, നമ്മളുടെ. അതുപോലെ ബാലമുരളി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെയാണ് കഥ. അപ്പോൾ ഇവർ ഇത് കണ്ടിട്ട് ഈ കുട്ടി ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടനെ പരിചയമുണ്ട്. അവർക്ക് നോക്കുമ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെ അറിയാം. അങ്ങനെ വന്നതാണ്. ഞങ്ങളാരും അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. അതായത് അതങ്ങനെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ പോയി സംസാരിച്ചു. ഇറ്റ് വാസ് നോട്ട് എൻ ഓഡിഷൻ ഓർ എനിത്തിങ്. ഞാൻ സംസാരിക്കുന്ന രീതിയിൽ ഹി വാസ് ഹാപ്പി, കമൽ സാർ. 15-16 വയസ്സിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയൊന്നും ഞാൻ ആലോചിക്കായിട്ട് എന്തായിരുന്നു? ഡിഡ് ഇറ്റ് ഈവൻ ടച്ച് യു ഓർ ഹിറ്റ് യു എൻ ഇമ്പാക്ട്? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് അറിയുന്നില്ല. ഓക്കെ, നമ്മൾ പ്രോഗ്രാമിന് പോകുന്നു, അത്രയ്ക്ക് തന്നെ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ പിന്നെ അതൊരു മെൻഷനായിരുന്നു, സ്പെഷ്യൽ ജൂറി മെൻഷൻ ഫോർ നമ്മൾ. അതിൻ്റെ ഒന്നും ഒരു വെയിറ്റേജ് ഒന്നും അന്ന് മനസ്സിലാക്കാനൊന്നും നിൽക്കുന്നില്ല. ആണോ, ശരി, ഓക്കെ, അടുത്ത ഷൂട്ടിന് പോവുക, അങ്ങനെ അതിൻ്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ ആയിരുന്നു. വാട്ട് മേക്സ് യു സ്റ്റിക്ക് ടു ആക്ടിങ് ഈവൻ ടുഡേ, ഇത്രയും വർഷങ്ങൾ വർക്ക് ചെയ്തിട്ട്? That is a tough question because there are so many times I really want to quit. അതൊരു സിനിമയിൽ നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല എപ്പോഴും. ചില സമയത്ത് ദ കൈൻഡ് ഓഫ് പീക്സ് നമ്മൾ കാണുന്നത് ലൈക്ക് ഓ മൈ ഗോഡ് ദിസ് മൂവി ഈസ് എ ബ്ലോക്ക് ബസ്റ്റർ, അങ്ങനെ ഇങ്ങനെ. ചിലപ്പോൾ അടുപ്പിച്ച് കുറേ സക്സസ് വരാം. പെട്ടെന്നായിരിക്കും നമുക്കൊരു ടിപ്പ് ഉണ്ടാവുക. സോ പീക്സ് ആൻഡ് പിറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കോൺസ്റ്റൻ്റ്ലി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാനൊരു ഹീറോ അല്ല എങ്കിൽ പോലും കുറേയൊക്കെ നമുക്കത് എഫക്റ്റ് ആവും. പിന്നെ ആഫ്റ്റർ സം ടൈം ചിലപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ഒരു നമ്പർ ഓഫ് മൂവീസ് ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു വന്നിരിക്കാം. ഇതൊക്കെ സംഭവിക്കാം. യാതൊരു അഷ്വറൻസും ഇല്ല മൂവിയിൽ. ഇപ്പോൾ ദാറ്റ് ഐ എം ഡൂയിങ് അനോമി, ഈവൻ ദിസ് മൂവി ഈസ് ഗോയിങ് ടു ബി ഹിറ്റ് ഓർ നോട്ട്, എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള മൂവി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു അഷ്വറൻസ് ഇല്ല. ഈവൻ ദോ ഇപ്പം ഞാനൊരു കന്നഡ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറൊരു മൂവി മലയാളത്തിൽ വർക്ക് ഫിനിഷ് ആവാനുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് വേറെ കൈൻഡ് ഓഫ് ഒരു അഷ്വറൻസ് ഇല്ല. അതാണ് സിനിമയുടെ ഒരു വേ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അൺലെസ് ഓർ അതർവൈസ് യു ആർ എ സൂപ്പർ സ്റ്റാർ സംതിങ്. അതൊരു ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കിയതാണല്ലോ. ആ സമയത്ത് തന്നെ അച്ഛൻ പലപ്പോഴും പലതും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും ടു കൈൻഡ് ഓഫ് ഗ്രൗണ്ട് യു ഇൻ ദിസ് ഇൻഡസ്ട്രി. ആ ഒരു ശരിക്കും ഭാവന ഒരു ഭയങ്കര ഒരു പീക്ക് കണ്ട ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഹൗ ഡു യു ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദിസ് ഇൻഡസ്ട്രി? മെൻ്റലി എങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നത്? ത്രൂ ഫ്രണ്ട്സ് ആണോ? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ആങ്കേഴ്സ് യു? നോ, ഇറ്റ് ഈസ് വെരി ടഫ് ബിക്കോസ് നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ we'll feel that ഒരു monotonous feel that to stay relevant is a very 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 tough thing in cinema.
ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് എവ്രിബഡി ഈസ് ബിസി. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയിരിക്കുകയല്ല ഒരാളും. അപ്പോൾ ഒരു പടം ഭയങ്കര ഹിറ്റായി, ഇറ്റ്സ് എ ബ്ലോക്ക് ബസ്റ്റർ എന്ന് വരുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് വേണോ. അല്ലാതെ ഇപ്പോൾ വെറുതെ വന്ന് പോകുമ്പോൾ പോലെ അത് ഏത് സിനിമയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. സിനിമ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാർക്ക് അറിയാം, ടോക്കിംഗ് അബൌട്ട് ദ പബ്ലിക്, ബിക്കോസ് എല്ലാവരും ഭയങ്കര ബിസിയാണ്. സോ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ റിലവൻ്റായി നിൽക്കാതെ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അത് നമ്മൾ ചിലപ്പോൾ മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഡൗൺ ഫേസ് ഉണ്ടാകുമ്പോൾ എനിക്ക് അപ്പം വരും, മതി നിർത്താം, ക്വിറ്റ് ചെയ്യാം, ലെറ്റ്സ് ഡു സംതിങ് എൽസ്, ലെറ്റ്സ് പെർസ്യൂ സം സ്റ്റഡീസ് സംതിങ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് പിന്നെയും ഒരു പ്രോജക്റ്റ് വരും. അഗെയിൻ ഒരു ഹോപ്പ് വിൽ സ്റ്റാർട്ട്. ഓക്കെ, ദിസ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് സംതിങ് എൽസ് ഫോർ മീ. ദിസ് അഗെയിൻ ഒരു ജേർണി സ്റ്റാർട്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു യങ് ഏജിൽ ഇങ്ങനൊരു ഇൻഡസ്ട്രിയിൽ വന്ന് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, I don't know anything other than this. What am I going to do? If not cinema, then what else? എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. അപ്പം ഞാനിങ്ങനെ ഓ മൈ ഗോഡ് ശരിയാണല്ലോ. എനിക്ക് വേറൊരു വളരെ യങ് ആയിട്ടുള്ളൊരു ആക്ടർ ഉണ്ട്. ഞാൻ വിചാരിക്കായിരുന്നു നമുക്ക് ഈ ജനറേഷനിൽ വരുന്ന ഷിഫ്റ്റ് വളരെ യങ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. ഷി സഡൻലി നോട്ടീസ്, ഐ എം നോട്ട് ടേക്കിംഗ് ഹർ നെയിം റൈറ്റ് നൗ. കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഈ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ സിനിമ ഒരു ക്രിയേറ്റീവ് മേഖലയാണ്. അപ്പം നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം. It's about the mindset. I'm just having a conversation with you. അവർ പറഞ്ഞത് പ്രൊഡ്യൂസർ ആവാം, റൈറ്റർ ആവാം, ഡയറക്ടർ ആവാം, സിനിമാറ്റോഗ്രഫി പഠിച്ചാൽ സിനിമാറ്റോഗ്രഫി ആവാം. അപ്പോൾ ഏത് റോളിലും നമുക്ക് ഒഴുകി മാറാം. പക്ഷെ അന്നൊക്കെ വന്ന ആർട്ടിസ്റ്റ് ആ ഒരു മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. ലൈക്ക് ഇഫ് ഇറ്റ് വാസ് ആക്ടിങ്, ഇറ്റ് വാസ് ഓൺലി ആക്ടിങ്. ബട്ട് ടുഡേ ഐ തിങ്ക് ദ ജനറേഷൻ ഹാസ് മൂവ്ഡ് ലൈക്ക് ദേ ആർ ഫ്ലൂയിഡ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഇൻട്രസ്റ്റ്. ഇപ്പം എനിക്ക് ഐ റെസ്പെക്ട് ക്യാമറ ആൻഡ് ഓൾ ദാറ്റ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ വോണ്ട് ടു ലേൺ ഇറ്റ് ആൻഡ് ഐ വോണ്ട് ഡു ഇറ്റ്. അതിനൊരു ഇൻട്രസ്റ്റ് വേണം ഉള്ളിൽ. ചുമ്മാ നമുക്ക് എന്നാൽ പിന്നെ ഇനി കുറച്ചു കാലം ക്യാമറ ചെയ്യാമെന്ന് തോന്നുന്ന പോലെ ഒരു ഈസി പരിപാടിയല്ല അത്. അതിന് ശരിക്കും നമുക്ക് തോന്നണം. ലൈക്ക് അത് ഇറ്റ് ഷുഡ് കം ഫ്രം വിതിൻ. ചുമ്മാ ഒരു എന്തിനോ ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. And of course now though, even as an actor you have so many openings. Now I'm talking about web series which are it is there. മലയാളത്തിൽ തന്നെ എത്ര വെബ് സീരീസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു എനിക്കൊന്നൊരു 4-5 മാസത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. So there's lots of avenues now which I think is a great space to be an artist today. അതെ. അപ്പോൾ അതുപോലത്തെ ക്വാളിറ്റീസ് കാര്യങ്ങൾ വരണം. ഇപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് യെസ് പറയുന്നത് ഇത്രയും, നോ പറയുന്നത് ഇത്രയാണ്. നോ പറയുന്ന വേണ്ടാന്ന് വെക്കുന്ന എത്രയോ മൂവീസ് ഉണ്ട്. ദാറ്റ്സ് ബിക്കോസ് എനിക്ക് മെൻ്റലി അത് ഇഷ്ടപ്പെടാതെയാണ്. അത് സ്റ്റോറി ആവട്ടെ, അതിൻ്റെ ഒരു ക്യാരക്ടർ ആവട്ടെ, എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ബിക്കോസ് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇഫ് ഐ എം നോട്ട് വെരി ഹാപ്പി വിത്ത് ഇറ്റ് ദെൻ ഡോണ്ട് ഡു ഇറ്റ്. അതാണ് അതിനേക്കാൾ ഡിപ്രസിങ്. ബിക്കോസ് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ഒരു കരിയർ വന്നില്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിപ്രസിങ്. യെസ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഡിപ്രസിങ് ആവും, വിഷമാവും, മൂഡ് സ്വിങ്സ് വരും, അത് ഇത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ അതിനേക്കാളും പ്രശ്നമാണ്. സോ ഐ എം ലൈക്ക് ഓക്കെ, ഐ റാദർ സിറ്റ് അറ്റ് ഹോം. വെറുതെ എന്തെങ്കിലും ചെയ്ത് അതാലോചിച്ചിട്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും. ജസ്റ്റ് ബിക്കോസ് ഐ എം ഗെറ്റിംഗ് പെയ്ഡ്, ഐ എം ജസ്റ്റ് നോട്ട് റെഡി ടു സൈൻ എനിത്തിങ് കംസ് ഓൺ മൈ. ഐ എം ലൈക്ക് ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ചെയ്യാമെന്ന് തോന്നുന്നില്ല. ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ആസ് എ പേഴ്സൺ, രണ്ട് സൈഡ്സ് നോക്കിയാലും ഏറ്റവും വലിയ അൺലേണിങ്സ് എവിടെയായിരുന്നു? ആസ് എൻ ആർട്ടിസ്റ്റ് എന്തായിരുന്നു? ആസ് എ പേഴ്സൺ, വാട്ട് ഹാവ് യു അൺലേൺഡ് അബൌട്ട് യുവർ സെൽഫ്? Like I can talk about myself at like lots of things that I've unlearned in the past 40 years. Yes, so many learning process is always there. Every day we learn something, we unlearn something. To pinpoint എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. ഇപ്പം എൻ്റെ ആണെങ്കിലും മൈ തോട്ട്സ് ആർ ലൈക്ക് ഇവോൾവിങ് കോൺസ്റ്റൻ്റ്ലി. മൈ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ്, പീപ്പിൾ, എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഒരു 10 വർഷം മുമ്പ് നമ്മളിങ്ങനെയല്ല ചിന്തിച്ചിട്ടുണ്ടാവുക. അതിന് 10 വർഷം മുമ്പ് വേറെ തന്നെ ഒരാളായിരിക്കും നമ്മൾ. അപ്പോൾ അത് ഇൻ എ ഗുഡ് വേ വി ആർ ചേഞ്ചിങ് എന്നുള്ളത് വളരെ നല്ലതാണ്. ഇപ്പോൾ വൺ തിങ് ഇഫ് യു ആസ്ക് മീ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഇത് കുറേ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ പണ്ടൊക്കെ ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും റാൻഡമായിട്ട് ചിന്തിക്കും നമ്മൾ. പക്ഷെ ഇപ്പം എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ഭാവനയുടെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് നടികരിൽ വന്ന ഭാവനയും ഈ ഭാവനയും തമ്മിൽ ഒരു കണക്ഷനും കാണുന്നില്ല. യു സീം ടു ബി കംപ്ലീറ്റ്ലി 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. ആൻഡ് അന്ന് വന്ന ഒരു വൈബി അല്ല ഇന്ന് ഭാവനയ്ക്ക്. ആക്ച്വലി എനിക്ക് 2 സൈഡുണ്ട്. ഒരു ഫൺ സൈഡാണ് ഞാൻ എപ്പോഴും പോർട്രേ ചെയ്തിരിക്കുന്നത് ടു പബ്ലിക്. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ, എൻ്റെ ഇൻ്റർവ്യൂസ് കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതർ ഐ എം ടോക്കിംഗ് അബൌട്ട് അതെ എൻ്റെ ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ലൊക്കേഷനിലെ ഫൺ എക്സ്പീരിയൻസസ്, പിന്നെ
പ്രാങ്ക്സ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ഫൺ കാര്യങ്ങളാണ് ഞാൻ കുറച്ച് ഫൺ ലവിങ് പേഴ്സണും കൂടിയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കൊരു സീരിയസ് സൈഡ് ഉണ്ട്, അത് ഞാൻ അധികം പുറത്ത് കാണിച്ചിട്ടില്ല. എൻ്റെ ഒരു സീരിയസ് സൈഡ്, ദർ ഇസ് എ സൈഡ് ടു മീ. ഞാൻ ഡീപ്പ് കോൺവെർസേഷൻസ് ഉണ്ടാവുന്ന, അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല മൂവീസ് കാണുന്ന, സീരീസ് കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ക്വാളിറ്റി കോൺവെർസേഷൻസ്, ഡീപ്പ് കോൺവെർസേഷൻസ് എൻഗേജ്ഡ് ആവുന്ന ഒരു സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് വളരെ വേറൊരു ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, വെരി ക്ലോസ് പീപ്പിൾ. നമ്മളൊരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ ആ മൂവി പ്രൊമോഷൻ അല്ലെങ്കിൽ ഞാൻ പേഴ്സണൽ ഇൻ്റർവ്യൂസ് ഞാൻ അധികം കൊടുക്കാറില്ല, പണ്ട് തൊട്ടേ. കാരണം ഞാൻ വിചാരിക്കും ദർ ഇസ് സംതിങ് ഐ വോണ്ട് കീപ്പ് ഇറ്റ് വെരി പ്രൈവറ്റ്. അത് ദെൻ ലെറ്റ് ഇറ്റ് ബി ദെയർ. ഐ വിൽ ഡു എ മൂവി പ്രൊമോഷൻസ് ആൻഡ് എവറിത്തിങ്, ഐ വിൽ ഷോ മൈ ഹാപ്പി ഫേസ്, ഐ എം ഹാപ്പി വിത്ത്. അല്ലാതെ ബാക്കിയൊക്കെ കുറച്ച് ഇരുന്നോട്ടെ, അതിനൊരു ഭംഗിയില്ലേ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂസ് അധികം കൊടുക്കാറില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്കൊരു സീരിയസ് സൈഡ് ഉണ്ട്. ആൾക്കാർ കുറേ പേര് ചിലപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും, ലൈക്ക് ഓൾവേസ് ദിസ് ബബ്ലി, കുറേ ചിരിക്കുന്ന ഇങ്ങനെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അതെനിക്കുണ്ട്. എൻ്റെ ഒരു വലിയൊരു പേഴ്സണാലിറ്റിയാണ്. ഞാൻ എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഒക്കെ ഉള്ള ഒരു സൈഡ് എനിക്കുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ ഡു ഹാവ് എ സൈഡ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ടു ഇറ്റ്, ലൈക്ക് സോ സീരിയസ്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും സീരിയസ്, അധികം അറിയാത്ത ആൾക്കാരിങ്ങനെ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊക്കെ പറയും ചിലപ്പോൾ. അപ്പോൾ പക്ഷെ അത് ഞാൻ അധികം പോർട്രേ ചെയ്യാറില്ല, കാരണം അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഭാവന, ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. കാരണം നമ്മളൊരു സെറ്റിൽ പോകുമ്പോൾ 10-200 പേരെയാണ് കാണുന്നത്. ഈ 10-200 തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ഇടപെടുന്നത്. അപ്പോൾ ജീവിതം തന്നെ ഒരു ടീച്ചറായി മാറുകയാണ്. ഡേ ടു ഡേ ലൈഫ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സോ ഒരു 15-year-old girl, when she comes to the industry and sticks around for so many years, obviously she's going to be very matured in her head. അതിലൊരു സംശയമില്ല. Whether you portray that side or not, having said everything. Yeah, exactly. Because deep down, I'm still that girl, which I really don't want to let it go. I'm holding on to that person. Because എവിടെയെങ്കിലും ആ ഒരു പഴയ ആൾ എനിക്ക് വേണം ഉള്ളിൽ. ആ എന്താ പറയുക, ഈ ചിരി തമാശ കളികളൊക്കെ ഉള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും അതെനിക്ക് വേണം. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് പേഴ്സൺ ടു ഗോ അവേ ഫ്രം മീ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകും. അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയൊരു പേഴ്സണാലിറ്റി ആണ്. അത് ഓർഗാനിക്കലി ആരാണ് പുറത്തു കൊണ്ടുവരുന്നത്? എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാനൊരു ഹാപ്പി ഫേസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ബിക്കോസ് ഞാൻ വളരെ ഒരു ചെറുപ്പത്തിൽ കരിയർ തുടങ്ങിയതുകൊണ്ടായിരിക്കാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കണം, പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നുള്ളൊരു സാധനം ഉള്ളിൽ കയറി ഡീപ്പ് ഡൗൺ ആയിട്ട് അവിടെ എവിടെയോ കിടക്കുന്നതുകൊണ്ടാണ്. ഈവൻ ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം കരഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പുറത്ത് വരുന്നുണ്ട്. പക്ഷെ പുറത്ത് വരുമ്പോൾ എല്ലാം ഐ ആം എവറിത്തിങ് അണ്ടർ കൺട്രോൾ, ഐ എം സോ കമ്പോസ്ഡ്, സി ലുക്ക് അറ്റ് മീ, ഐ എം വെരി ഹാപ്പി പേഴ്സൺ എന്നുള്ളൊരു സാധനമായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരിക. ബിക്കോസ് എവിടെയൊക്കെയോ ഞാനും അതല്ലേ നല്ലത് എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും ഓരോന്ന്. എനിക്കിങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ അത് പറയാനും ഇത് പറയാനും ഐ ഡോണ്ട് വാണ്ട് ടു ഡൂ ദാറ്റ്. അപ്പോൾ അതുമുണ്ട്. ഇത് ഇനിയിപ്പോൾ ഞാൻ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ പോലും ഞാൻ അറിയാതെ എങ്ങനെയാവും, വിതൗട്ട് ഈവൻ റിയലൈസിങ് എൻ്റെ ഉള്ളിൽ ഞാൻ ഓക്കെയാണ് എന്ന് വരുത്തിക്കാനുള്ളൊരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ അറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ആ പ്രോസസ്സ്. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ സോ മെനി ഇയേഴ്സ് that nobody would see me crying in the camera or അങ്ങനെ ആയിരിക്കും. കാരണം അത് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞാൻ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എൻ്റെ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു പേഴ്സൺ, ലൈക്ക് സിറ്റിംഗ് ആൻഡ് ക്രൈങ് ഫോർ hours and sulking and thinking about like in a very very dark place and thinking about something very bad. പക്ഷേ even next day if I have a function or event or an interview or something, I'll be like this. അത് ഞാൻ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അത് എങ്ങനെയോ ഞാൻ തന്നെ ഓക്കെ നൗ എവറിത്തിങ് ബാക്ക് ടു ആക്ഷൻ അത് വരുമെന്ന് തോന്നുന്നു. ഐ മീൻ മേ ബി കുറേ ആക്ടേഴ്സും ഒക്കെ അങ്ങനെ ആയിരിക്കും. പബ്ലിക് ആയിട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഓക്കെ ആണ് എന്ന് കാണിക്കാനുള്ളൊരു എഫേർട്ട് നമ്മൾ എവിടെയോ അറിയാതെ തന്നെ നമ്മളിടും. എനിക്ക് തോന്നുന്നത് എല്ലാവരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ.
എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ആസ് യു ഏജ്, ഇപ്പം ഐ മീൻ ഇൻ മൈ 40s, ആസ് യു ഏജ് യു പീൽ ഓഫ് ദീസ് ലെയർസ്. അതൊരു ഗ്രോത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ലൈക്ക് വെ യു ഡോണ്ട് കെയർ അബൌട്ട് ഹൗ പീപ്പിൾ പെർസീവ് യു. അതൊരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് കാണും ഒരു വശത്ത്. മറുവശത്ത് യു വോണ്ട് ടു ബി അക്സെപ്റ്റഡ് ഫോർ ഹൂ യു ആർ ആസ് അപ്പോസ് ടു വാട്ട് പീപ്പിൾ വോണ്ട്. അപ്പോൾ ഇറ്റ്സ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ഗ്രോയിങ് ഓൾസോ. അത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കില്ല. ബട്ട് I think it's a part of being matured and learning and growing as a human, as an individual. Looking back in your 20s, Bhavna, your peak days, heydays, innirikana Bhavna, what did you tell your 20-year-old self? I really don't know because എവിടെയൊക്കെയോ ഞാനിപ്പോഴും ആ ഒരു പഴയ ആളാണ്. ഫുള്ളായിട്ട് എനിക്കങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എവിടെയൊക്കെയോ ഞാനിപ്പോഴും ചെറിയ ചെറിയ തമാശയ്ക്ക് കുറേ ചിരിക്കുന്ന, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കുന്ന അങ്ങനെ ഒരാൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആ ആൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാതായി പോകും. അതുകൊണ്ട് ആ ഒരു ഇത് എൻ്റെ ഉള്ളിലുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു ക്ലോസ് സർക്കിളിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആസ് വി ഏജ് വി ഇവോൾവ്. നമ്മുടെ കുറേ തോട്ട് പ്രോസസ്സ് മാറിക്കൊണ്ടേയിരിക്കും, പേഴ്സ്പെക്റ്റീവ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചതല്ല അങ്ങനെ ചിന്തിച്ചത്. അത് ആ ഒരു മെച്യൂരിറ്റിയുടെയാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അടുത്തുള്ള കുട്ടിക്കളി അത് ഇത് ഒക്കെ ഇപ്പോഴും പറയും. പക്ഷേ ദേ നോ വെൻ ഇറ്റ് കംസ് ടു സംതിങ് ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്, അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ അത് ഈവൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും പറയും. എനിക്ക് ഞാൻ തമാശയാണെങ്കിൽ എനിക്ക് ആ ഒരു അങ്ങനെയാണത്. അത് മുൻപ് തൊട്ടേ ഞാൻ അങ്ങനെയാണോ ചോദിച്ചപ്പോൾ സത്യമായി എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ അന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നില്ലേ? അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? എല്ലാ അച്ഛനൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. അതെ. വാട്ട് യു റിമെമ്പർ ഓഫ് യുവർ ഡാഡ്? വാട്ട് വാസ് ഹി ലൈക്ക്? കാരണം ഏറ്റവും കൂടുതൽ ആക്ടർ ആവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ഭാവനയുടെ അച്ഛനല്ലേ? അച്ഛന് അതോ അമ്മയ്ക്കായിരുന്നോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ. ഐ വാസ് ദ വൺ ഹു വാസ് ഓൾവേസ് സെയിങ് ഐ വോണ്ട് ടു ബി ആൻ ആക്ടർ. അവരിങ്ങനെ ചിരിച്ച് കളയും. പക്ഷെ അതിനുവേണ്ടി അതിനുവേണ്ടി മെനക്കെട്ടിട്ടൊന്നുമില്ല. അച്ഛൻ ഒരു എന്താ പറയുക, വെരി എൻകറേജിങ്. ഒരു സിനിമേനെ പറ്റി ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഡിസിപ്ലിൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. ബിക്കോസ് ഹി വാസ് ലൈക്ക് നമ്മളെല്ലാവരും ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. നീ ഒരു ഹീറോയിൻ ആയതുകൊണ്ട് നിനക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. എവ്രി വൺ ഇൻ ദിസ്, പിന്നെ സെറ്റ്, ലൊക്കേഷൻ, എല്ലാവരും ഈ മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. സോ റെസ്പെക്ട് ഈച്ച് ആൻഡ് എവ്രി വൺ. ഇവർക്ക് ഇത്ര റെസ്പെക്റ്റ്, അവർക്ക് അത്ര റെസ്പെക്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളില്ല. ട്രീറ്റ് എവ്രി വൺ ഈക്വലി എന്നുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. കുറേ അതൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഇൻസ്റ്റിൽ ചെയ്ത് തന്ന കുറേ ക്വാളിറ്റീസാണ്. പങ്ക്ച്വലായിരിക്കണം, നിനക്ക് വേണ്ടി തോന്നിയ സമയത്ത് പോലൊന്നും നടക്കില്ല, എല്ലാവരും വരും, വന്നിരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സിനിമയാണ്, കഷ്ടപ്പാടുണ്ടാവും, വെറുതെ സുഖമായിരിക്കുന്ന കാര്യമല്ല. അതെ, ഇപ്പം മഴയത്ത് ഷൂട്ടിംഗ് ഉണ്ടാവും, ഉറക്കം ചിലപ്പോൾ രാത്രി ഷൂട്ടിംഗ് ഉണ്ടാവും. പിന്നെ അതൊക്കെ എല്ലാ ആക്ടേഴ്സും ഉള്ളതാണ്. അത് എൻജോയ് ചെയ്യാൻ പഠിക്കണം. അതല്ലെങ്കിൽ ആരും നിർബന്ധിക്കുന്നില്ല, യു ക്യാൻ ജസ്റ്റ് സ്റ്റോപ്പ്. പക്ഷെ ഞാൻ അറിയാതെയും ഈ ഒരു പ്രോസസ്സിൽ ഞാനും ഭയങ്കരമായിട്ട് ഒരു ഇൻവോൾവായി. പിന്നെ നമ്മളത് യൂസ്ഡായി പോകും. ഇപ്പോൾ പുലർച്ചെ 3 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ ആദ്യം പോകേണ്ടി വരും. ലൊക്കേഷനിലൊക്കെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ സമയത്തൊക്കെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് 2 ദിവസം പോയി ഉറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എവ്രിബഡി ഈസ് ഡൂയിങ് ദി സെയിം. ആൻഡ് പ്രോബബ്ലി ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് ആർ ഡൂയിങ് വേ മോർ. അവർ നേരത്തെ വരുന്നു, ലേറ്റ് ആയി. അതാണ് ഇപ്പം ലൊക്കേഷനിൽ ഇപ്പോൾ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ, പ്രൊഡക്ഷൻ, ഇവരെ ക്യാമറയിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. അവർ ഫുൾ ടൈം വർക്ക് ചെയ്യാണ്. പുലർച്ചെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ചായ, എല്ലാവർക്കും ചായ ഈ 24 മണിക്കൂറുണ്ട്. അപ്പോഴത്തേക്കും ലഞ്ചായി, അപ്പോഴത്തേക്കും പിന്നെ ഡിന്നറായി. അതൊക്കെ ഭയങ്കര ജോലിയാണ്. അപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഉറക്കമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓഫ് കോഴ്സ് എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. നല്ല ആളോട് പറയുന്നു, ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം ഭയങ്കര ക്ഷീണമാണ് എനിക്ക്. Bhavna, you've seen a lot in life. How has your perspective on life changed? One thing I clearly know that നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു ഒന്നും നടക്കില്ല, നമ്മൾ വിചാരിക്കുന്നൊരു ഒന്നും നടക്കില്ല. ആൻഡ് എവറി ടൈം സംതിങ് ഹാപ്പൻസ് ലൈക്ക് റിയലി ബാഡ്, വി ഫീൽ ഓക്കെ, എന്തോ ഒരു മോശം സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാൾ വലുത് എന്തെങ്കിലും സംഭവിക്കും. സോ ഇറ്റ് ഇസ് ലൈക്ക് ലൈഫ് വിൽ ത്രോ എ കർവ് ബോൾ അറ്റ് യു എനി ടൈം വെൻ യു ആർ ലീസ്റ്റ് എക്സ്പെക്റ്റഡ്.
ഇതിനൊരു അവസാനമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു ഹൊറർ മൂവി. സംതിങ് ഓർ അതർ വിൽ ഹാപ്പൻ, ലൈക്ക് കീപ്. അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ, ലൈക്ക് എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഓരോരോ ഓരോ രീതിയായിരിക്കും, പല തരത്തിലായിരിക്കും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം ദ ഓൺലി പേഴ്സൺ ഹൂസ് ഹാവിങ് പ്രോബ്ലംസ്. അത് അങ്ങനെ ആയിരിക്കില്ല. എല്ലാവരും ഇസ് ഗോയിങ് ത്രൂ സംതിങ് ഓർ അതർ. ഒരു കുറച്ച് 2-3 ദിവസങ്ങൾ നമ്മൾ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഹാപ്പി ആയി കിട്ടിയാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പോൾ ലൈഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് ബാറ്റിൽ. അത് ഞാൻ മനസ്സിലാക്കി. What are your emotions right now? It's all As you over the deal. place. I don't know. All over the place, huh? I don't know. എൻ്റെ ഇമോഷൻസ് ആർ ലൈക്ക് ദിസ്. അത് ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും, ചിലപ്പോൾ ലൈക്ക് ഫുൾ ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഇങ്ങനെയാണ്. എനിക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഇമോഷൻ ഇല്ല. കോൺസ്റ്റൻറ്റ് ഇമോഷൻ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഐ വിൽ ഡൂ സംതിങ് to be occupied or അങ്ങനെ എന്തെങ്കിലും. What is it that you do to be occupied? Do you have any passion, any hobby that you pursue? Cinema allade, is there anything that you do that really excites you? ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ഐ ഫീൽ ഐ എം അവേ ഫ്രം എവറിഥിങ്. എവിടെയോ ദൂരെ, ഞാൻ ആരെയും അറിയാത്ത എവിടെയോ ഒരു സ്ഥലത്താണ് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടും. അത് ഒന്നുണ്ട്. ഷോപ്പിംഗ്, എനിക്ക് whenever I buy something new, it gives me an instant happiness. പക്ഷെ അത് കുറേ കാലം ഉണ്ടാവില്ല, കുറേ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു 3-4 മണിക്കൂർ കുറച്ച് അതിപ്പോൾ ഞാൻ കുറച്ചുകൊണ്ടിരിക്കുക. ദെൻ ഐ ലവ് വാച്ചിങ് ഗുഡ് മൂവീസ് ആൻഡ് സീരീസ് ആൻഡ് ഡോക്യുമെൻ്ററീസ് ആൻഡ് സ്റ്റഫ്. അതെനിക്കിഷ്ടമാണ്. അതായത് എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നതെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രിസർവ് യുവർ മെൻ്റൽ ഹെൽത്ത്. കാരണം ഈ മെൻ്റൽ ഹെൽത്ത് ഇല്ലാതെ നമുക്കൊന്നുമില്ല. Holding it together is the most important thing ever. How do you hold yourself together? Do you seek help? Do you seek help from people? Have you dealt with therapy? How do you hold things together? Of course, career, life, everything will take a toll on you. When it comes to mental health, I think my dealing is like completely different. എല്ലാവരും പറയും ഒരാളോട് ഷെയർ ചെയ്താൽ ഓക്കെ ആണ്, അങ്ങനെ ഇങ്ങനെ. ഞാൻ എൻ്റെ ഓപ്പോസിറ്റാണ്. ഐ ജസ്റ്റ് കട്ട് ഓഫ് ഫ്രം എവ്രി വൺ എവറിത്തിങ്. ഐ ഡോണ്ട് നോ, അതൊരു നല്ല ഹാബിറ്റ് ആയിരിക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് തോന്നാറ്. ബിക്കോസ് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനോ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരാളോട് ഷെയർ ചെയ്യാനോ എനിക്കത് വർക്കാവുന്നില്ല. ഐ ട്രൈഡ് ഇറ്റ് 3-4 times. I tried it and it was making it worse. അപ്പോൾ എനിക്ക് ഒരു അങ്ങനെ I'll just go to a cocoon. I'll have my guard up. I'll be like inside an invisible wall doing something which nobody know. Like something, ഞാൻ വെറുതെ ഒറ്റയ്ക്കിരിക്കുകയായിരിക്കും. എന്തെങ്കിലും, അതായത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തെങ്കിലും കണ്ട് ഞാൻ എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെ. പക്ഷേ ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ ഹു ഇമ്മീഡിയറ്റ്ലി കോൾ സംബഡി ആൻഡ് സേ എനിക്ക് ഐ വോണ്ട് ടു ഷെയർ സംതിങ് വിത്ത് യു. നോ, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടോട്ടേ അങ്ങനെയാണ്. ആൻഡ് ഈവൻ നൗ എനിക്ക് ആരുടെ മുമ്പിൽ വെച്ച് കരയാൻ പോലും എനിക്ക് പറ്റില്ല. എനിക്കൊരു ഭയങ്കര ഒരു മെൻ്റൽ ബ്ലോക്കാണത്. That must be difficult for Naveen. How will he reach you when you are in trouble? ഇപ്പം ഇവർക്കൊക്കെ അറിയാം, ഈവൻ ഇൻക്ലൂഡിങ് നവീൻ, അമ്മ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ദാറ്റ് ഐ ടേക്ക് മൈ ടൈം ആൻഡ് ദെൻ ഐ വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. ഈവൻ ഇഫ് ഐ വോണ്ട് ക്രൈ, ഐ ജസ്റ്റ് ഗോ ടു മൈ റൂം, ഐ ലോക്ക് മൈ സെൽഫ് അപ്പ് ആൻഡ് ദെൻ ഐ ക്രൈ. പിന്നെ ഞാൻ അഥവാ അമ്മ വിളിച്ച് പുറത്ത് വരികയാണെങ്കിൽ ഞാനൊരു ഒന്നും സംഭവിക്കാത്ത പോലെ ആയിരിക്കും പുറത്തേക്ക് വരിക. ഈവൻ അമ്മ ഈ കരയായിരുന്നു വെച്ചാൽ ഞാൻ ഒറ്റയടിക്ക് അങ്ങനെ പറയും. ഇത് ഇപ്പം അറിയാം എൻ്റെ ഫ്രണ്ട്സിനും അമ്മയ്ക്കും. പക്ഷേ എനിക്കിങ്ങനെ അറിയുന്നുള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടാ, ലൈക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അത് ഷെയർ ചെയ്ത് എനിക്കത് പറ്റുന്നില്ല. അത് ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ്സ് എ റോങ് വേ ടു ഡീൽ വിത്ത് തിങ്സ്. ഐ വിൽ ടേക്ക് ടൈം, ബട്ട് ഐ വിൽ മൈസെൽഫ് കം ഔട്ട് ഓഫ് ഇറ്റ്. You process it internally. What is it about Naveen that you like the most? നവീൻ എനിക്ക് ആ ഒരു സ്പേസ് തരാറുണ്ട്. ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഓക്കെ ആവ്, ഒന്നും വിഷമിക്കണ്ട, ഓക്കെ ആവെന്ന് പറയുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യമാണ് വരിക. എനിക്ക് അങ്ങനെ വെറുതെ അവരുടെ കൺസേൺ കൊണ്ടായിരിക്കും അവർക്ക് വേറെ എന്ത് പറയാൻ പറ്റും. ഇപ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനത് ഗോ ത്രൂ ചെയ്തേ പറ്റൂ.
എൻ്റെ പ്രശ്നം ഇനി മുതൽ നിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് പറഞ്ഞ് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും. ആർക്കും വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വന്നൊന്ന് ഹോൾഡ് ചെയ്യാൻ. എനിക്കാണെങ്കിൽ അതാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഐ എം ലൈക്ക് ഡോണ്ട് ഹോൾഡ് മീ, ഡോണ്ട് സേ എനിത്തിങ്, ജസ്റ്റ് ഗിവ് മീ സം സ്പേസ്, ഗിവ് മീ സം ടൈം, ഐ വിൽ ഹീൽ മൈസെൽഫ് ആൻഡ് ഐ വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. ഇത് ഇങ്ങനത്തെ ഒരു രീതിയാണ് എൻ്റെ. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് ഗുഡ് ഓർ ബാഡ്. നവീൻ എനിക്ക് ആ ഒരു സ്പേസ് ഇപ്പം പണ്ട് ഇതുപോലെ നവീൻ റഷ് ചെയ്യും, ഓക്കെയാണ് അങ്ങനെ ഇങ്ങനെ. ഇപ്പം നവീൻ അറിയാം. അതുകൊണ്ട് ഐ വിൽ സേ ഐ നീഡ് സം ടൈം ആൻഡ് ദെൻ ഹി അണ്ടർസ്റ്റാൻഡ്സ്. ഹി ലൈക്ക് ഓക്കെ ടേക്ക് യുവർ ടൈം. നവീൻ എവിടെയാണ് മീറ്റ് ചെയ്തത് ആൻഡ് വാട്ട് വാസ് ഇറ്റ് ലൈക്ക്? ഹു പ്രപ്പോസ് ഫസ്റ്റ്, ഇഫ് ഐ മേ ആസ്ക്? ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ഞാൻ എൻ്റെ ഒരു കന്നഡ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹി വാസ് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. ഐ തിങ്ക് ഹി വാസ് ദ ഓൺലി പ്രൊഡ്യൂസർ, ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിട്ട് ഒരു സ്പാർക്ക് വന്നതാണ്. യാ, അങ്ങനെയാണ് അതൊരു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിലൊരു കല്യാണം എന്നുള്ള ചിന്തയൊന്നും എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ല. ഹൗ ഓൾഡ് വർ യു ദെൻ? എത്ര വയസ്സുണ്ടായിരുന്നു അപ്പം? ഐ തിങ്ക് mid-20s. ആ സമയത്താണ്. അപ്പം ചുമ്മാ ഒരു പ്രേമം എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കല്യാണത്തിലേക്ക് എത്തും, കല്യാണം കഴിക്കണം എന്നുള്ള തോട്ടൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ആലോചിച്ചില്ല. പക്ഷെ ഹി വാസ് വെരി സീരിയസ് ഫ്രം ദ ബിഗിനിങ്. ഓ യാ, ഹി വാസ് ലൈക്ക് എന്തായാലും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കല്യാണത്തിലെത്തി. ഹൗ ഡു യു സീ ലവ്? സ്നേഹം എന്ന് പറയണത് എന്താണ്? ആൻഡ് പ്രണയം, ലൈക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് സങ്കല്പങ്ങൾ ഫ്രം എ പേഴ്സൺ ഹൂ ഇസ് മാരീഡ് ആൻഡ് ഇസ് ബീൻ വിത്ത് സംബഡി? ആൻഡ് ഇതിനു മുമ്പ് ഒരു കാലഘട്ടം കുറേ പ്രണയകഥകൾ പറഞ്ഞ ഒരു ഹീറോയിനാണ് ഞാൻ ചോദിക്കുന്നത്. പ്രണയം ഇസ് എ ഗ്രേറ്റ് ഫീലിംഗ്. നല്ലതാണ്. പ്യുവറായിട്ട് അൺകണ്ടീഷണലായിട്ട് ഒരാളോട് തോന്നുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ഫീൽ വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഡസ് മാരേജ് ചേഞ്ച് ഇറ്റ്? മാരേജ് ചേഞ്ച് ചെയ്യാൻ ചോദിച്ചാൽ പിന്നെ അത് ഒരു റിയാലിറ്റിയാണ്. ലൈക്ക് കല്യാണം കഴിയും, പിന്നെ നമ്മൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ യെസ് ഇഷ്ടമാണ്. നവീനെ എനിക്ക് ഇഷ്ടമാണ്, നവീൻ എന്നെ ഇഷ്ടമാണ്, ദാറ്റ് ഇസ് ദേർ. അതൊരു ബോട്ടം ലൈനാണ്. അതുണ്ട്. പിന്നെ നമുക്ക് എവറി ഡേ അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് ദേർ. ലൈക്ക് എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹിസ് ദേർ. ഇഫ് ഹി വോണ്ട് സംതിങ് ഐ എം ദേർ എന്നുള്ളത് അവിടെ പ്രൂവണാണ്, അറിയാം. അതിനപ്പുറത്തേക്കെന്ന് വെച്ചാൽ നമുക്കത് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അത് മനസ്സിലാക്കലാണ് ഏറ്റവും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കാണെങ്കിലും ഒരു പക്ഷേ നവീൻ അടുത്ത് ഞാൻ ഇങ്ങനെ സ്ഥലത്താണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രണയം. അല്ലെങ്കിൽ അതെന്താ നീ വിളിക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി അങ്ങ് പോകും. ഞാൻ പെട്ടെന്ന് വിളിച്ചു നവീൻ ഞാനൊരു മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ കോൾ മീ ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് നല്ലതാണ്. അതൊക്കെ ഒരു പ്രണയത്തിൻ്റെ ഭാഗമാണ്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ട്രസ്റ്റ്? ട്രസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്, ഇൻ ദിസ് ഇൻഡസ്ട്രി ദാറ്റ് യു ആർ ആൻഡ് ദ വേ ഇറ്റ് ഇസ്? ആൻഡ് ആൾക്കാരെ വേഗം ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണോ? കുറച്ചൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. മുമ്പൊക്കെ ഐ വാസ് സോ നൈവ് ആൻഡ് യങ്. ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ വെറുതെ പെട്ടെന്ന് എല്ലാവരും നല്ല ആൾക്കാരൊന്നും സാധനം വരുമല്ലോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഐ ടേക്ക് ടൈം ടു ഗെറ്റ് ടു നോ. ഇപ്പം ഞാൻ ആക്ച്വലി അറിയാറില്ല, അതാണ് വേറൊരു കാര്യം. ബിക്കോസ് ഐ എം ഇൻ മൈ കംഫർട്ട് സ്പേസ് വിത്ത് മൈ പീപ്പിൾ. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയാൻ ചിലപ്പോൾ ഒരു കയ്യിലിങ്ങനെ എണ്ണി എടുക്കാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഐ ഹാവ് എ ലോട്ട് ഓഫ് അക്വൈൻറ്റൻസസ്. കുറേ സംസാരിക്കും, കുറേ ഹൈ ബൈ ഒക്കെ ഉണ്ട്. പക്ഷെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഇത്ര ഉണ്ടാവുള്ളൂ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് നമ്മുടെ മൃദുല, ശില്പ, മൃദുല, ഷനീം, പിന്നെ രമ്യ, ഷഫ്ന, സായനോര, അങ്ങനെ പിന്നെ മഞ്ജു ചേച്ചി, സംയുക്ത ചേച്ചി, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുകയൊന്നും വേണ്ട. പക്ഷെ ഒരു ചെറിയ ഗ്രൂപ്പിൽ ഞാൻ കംഫർട്ടാണ്. പുതിയ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പുതിയ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യും, സംസാരിക്കും, ഫ്രണ്ട്ലിയാണ്, ഹായ് ബൈ. പക്ഷെ ഇപ്പോൾ എനിക്കൊരാളെ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ അക്വൈൻറ്റൻസസ് ആയിരിക്കും, വർക്കായിരിക്കും, കോവർക്കേഴ്സ് ആയിരിക്കും, അങ്ങനെ. യു ഹാവ് ഡെൽറ്റ് വിത്ത് ഇൻജസ്റ്റിസ്. ഇതിനകത്ത് ഫോർഗിവ്നെസ് അത് ഒരു ലെവലിൽ റേജ് കാണും, ഒരു ലെവലിൽ പലരും പറയും യു ഹാവ് ടു കൈൻഡ് ഓഫ് forget ആൻഡ് മൂവ് ഓൺ വിത്ത് തിങ്സ്. ഹൗ ഡു യു സീ ദീസ് ഇൻറ്റേർണൽ പ്രോസസ്സസ്? ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ദ റേജ്, ദ ആങ്കർ, forgiveness പാർട്ട് ഓഫ് ഇറ്റ്, അത് forget ചെയ്യേണ്ട പാർട്ട്. ഹൗ ഡു യു നാവിഗേറ്റ് ഓൾ ദിസ്? I think more than rage and anger, we feel so helpless that why are we not able to do something about it? എന്നുള്ള ഒരു സാധനമാണ് നമുക്ക് ആദ്യം വരിക. വാട്ട് എവർ ഇസ് ദെയർ ബൈ ലോ വി ക്യാൻ ഡു ഇറ്റ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വി കനോട്ട് ഡു എനിത്തിങ്. അത് ആ ഒരു റെസ്ട്രിക്റ്റഡ് ആയി പോകുന്ന ഒരു ഫീൽ ഭയങ്കര ഒരു
ഹെൽപ്ലെസ്നെസ് ആണ്. ലൈക്ക് ഓ മൈ ഗോഡ്, വാട്ട് ക്യാൻ ഐ ഡു മോർ എന്നുള്ളൊരു സംഭവം നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഫൊർഗീവ് മൂവ് ഓൺ ഒക്കെ എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. മേ ബി ഐ ഡോണ്ട് നോ വെൻ. ദർ ഇസ് നോ ബ്ലൂ പ്രിൻറ്റ് ഫോർ ദാറ്റ്. ഐ എം സ്റ്റിൽ ലിക്കിങ് മൈ വൂൺസ്. കുറേ സമയമെടുക്കും. അപ്പോൾ അതിനൊരു ടൈം പീരീഡ് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ റിയലി വോണ്ട് ടു മൂവ് ഓൺ ബിക്കോസ് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരു ലൈഫേ ഉള്ളൂ. അതും എനിക്കിങ്ങനെ വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ എപ്പോൾ എങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് ഹാവ് ആൻസർ ടു ഇറ്റ്. ഐ മൈറ്റ് മൂവ് ഓൺ, ഐ മൈറ്റ് നോട്ട്, ഐ ഡോണ്ട് നോ. ബട്ട് ഹോപ്പിംഗ് ദാറ്റ് one day I'll be like able to talk about it without even thinking twice എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുമായിരിക്കും. ഭാവന, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാർ എന്തൊക്കെ കോൺവെർസേഷൻസ് നടത്തിയാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദിസ് ബാറ്റിൽ ഈസ് യോഴ്സ് ടു ക്യാരി. ആൻഡ് അതിൻ്റെ ഒരു വെയ്റ്റ്, I mean, you might be an icon to a lot of people and you are an inspiration to millions of women, millions of people out there. പക്ഷേ എന്നാലും you are the sole bearer of this weight. And the courage that you have shown so far has inspired so many people. So എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഭാവന, just stay strong because you are not doing this for you alone, for a lot of people out there, for a lot of girls out there. Okay? Yeah. And we just moved to a small card game. And I just wanted to, at some point when we are ready to talk about some things, we will talk about it. But right now, I know, I understand, and we'll go to a card game. Okay? Log of restart. Log of restart. Log of restart. എന്തെങ്കിലും log of ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാവും. What is it that you're logging off and what is that you're restarting? 2026 സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ. So I'm restarting 2026 with new hopes, with Anomie, and logging off my, ഇപ്പോൾ ലോഗ് ഓഫ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. മൈ ഓൾഡ് ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ബീൻ ഒരു പാർട്ടായിട്ട് ഇങ്ങനെ വരികയാണ്. മേ ബി ഐ ലോഗ് ഓഫ് ഓവർ തിങ്കിങ് എൻ്റെ ഒരു വലിയൊരു ഇതാണ്. സോ ഐ ജസ്റ്റ് ട്രൈ ടു ലോഗ് ഓഫ് ഓവർ തിങ്കിങ് ആൻഡ് റീസ്റ്റാർട്ട് ഡെവലപ്പിംഗ് ഹോപ്പ്. ഇപ്പോൾ അനോമി റിലീസ് ആവുന്നതുകൊണ്ട് വിത്ത് അനോമി ഐ ക്യാൻ സേ അതായിരിക്കും എൻ്റെ പുതിയ ഹോപ്പ്. ഹാവ് യു തോട്ട് എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ വെച്ചിട്ടുണ്ടോ 2026 ഞാൻ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ഇത് ഇത്രയോടെ ശ്രദ്ധിക്കാൻ പോവാം, അങ്ങനെ എന്തെങ്കിലും? ഞാൻ റെസൊല്യൂഷൻ എടുക്കുന്ന ഒന്നും നടക്കാറില്ല. അത് കാരണം ഞാൻ റെസൊല്യൂഷൻ എടുക്കൽ നിർത്തി. അന്ന് രമ്യ പറയുന്ന പോലെ ഒരു റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ. ബിക്കോസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കില്ല. സോ ലെറ്റ്സ് നോട്ട് ഹാവ് എനി റെസൊല്യൂഷൻ എന്നുള്ള പോലെ ഞാനും അങ്ങ് തുടങ്ങി. അതെ, ബൂം ബൂം അതിൻ്റെ ഉത്തരമായിരിക്കും. പെട്ടെന്ന് ബൂം ചെയ്ത ഒരു കാര്യം എന്താണ് ഇൻ യുവർ ലൈഫ്? ഓർ മേ ബി സം ഡേ വെൻ യു റിമെമ്പർ ഇൻ യുവർ ലൈഫ് ഇറ്റ്സ് ലൈക്ക് utterly happy. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ചൈൽഡ്ഹുഡ് ബൂം മേ ബി എൻ്റെ ഫസ്റ്റ് മൂവി റിലീസായിട്ട് അത് സക്സസ് ആണ് എന്നറിയുന്ന ഒരു മേ ബി ഐ ക്യാൻ സേ ദാറ്റ്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഇമാജിൻ ചെയ്ത് പറയാണ്. ഒബ്വിയസ്ലി ഞാൻ ഹാപ്പി ആയിരിക്കുമല്ലോ. സോ ഐ സേ ദാറ്റ്. സ്കൂളിൽ പോയപ്പോൾ വെയിറ്റ് ഇട്ട് നടന്നോ? ഇല്ല, അത് ആ സമയം അതിലൊന്നും സമയം കിട്ടിയില്ല. ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് സിബി സാറിൻ്റെ മൂവി ചെയ്യാൻ തുടങ്ങി, ക്രോണിക് ബാച്ചിൽ ജോയിൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് തിരിച്ച് സ്കൂളിൽ പോകാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. സ്കൂൾ ലൈഫോ? കോളേജ് ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടല്ലേ. എവറിബഡി സേസ് അയ്യോ അതാണ് ദി ബെസ്റ്റ് എന്ന് നമ്മൾ അറിയാത്തത് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചില്ല. പക്ഷേ വാട്ട് എവർ ഐ എം വാച്ചിങ്, ഐ മീൻ സീയിങ് ഇൻ മൂവീസ് ആൻഡ് ഓൾ ദാറ്റ്, ഐ എം ഷുവർ ഒരു നല്ലൊരു ഭാഗം എനിക്ക് മിസ്സായി എന്നുള്ളത്. ഒരു 10 റൊമാൻസ് എങ്കിലും ചെയ്യേണ്ട ഒരു കാലഘട്ടം പോയി. അതെ, എൻ്റെ കോളേജ് ലൈഫ് മിസ്സായി. ഞാൻ കോളേജ് പോയിട്ടേ ഇല്ല. ഡ്രോപ്പ് ഇറ്റ്. എനിക്ക് പോലെ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഡ്രോപ്പ് ഇറ്റ്. ഓവർ തിങ്കിങ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞു. ഇനി അടുത്തെന്ത് ഡ്രോപ്പ് ചെയ്യാം? ഫുഡ് എന്താണ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്? ഐ നോ യു ആർ എ ഫുഡി, യു റിയലി എൻജോയ് ഫുഡ്. ഐ ലവ് ഫുഡ്. വാട്ട് ഈസ് ഇറ്റ് ഫ്രം ദ ഫുഡ്? ഏറ്റവും അൺഹെൽത്തി ആയിട്ട് ഫുഡ് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ഞാനിത് ഡ്രോപ്പ് ചെയ്യാൻ. അയ്യോ അത് പറ്റൂല. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ലവ് ടു ഈറ്റ്?
ഫേവറേറ്റ് ഫുഡ് ചുമ്മാ അൺഹെൽതി കേട്ടോ. അൺഹെൽതി ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ചിപ്സ് ആണ്. ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺസ് ഐ സ്റ്റാർട്ടഡ് ഐ ജസ്റ്റ് സ്നാക്കിംഗ്. സോ ബേസിക്കലി സോൾട്ടി ഫുഡ് ഇഷ്ടമാണ്. കുറച്ച് സോൾട്ടി സ്വീറ്റിനേക്കാളും ഞാൻ കുറച്ച് എപ്പോഴും ഇങ്ങടാ വരാം. അതും ഫ്രൈഡ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഗിവ് മീ ഫ്രൈഡ് എനിത്തിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ക്രിസ്പി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡ്രോപ്പ് ചെയ്യില്ല, ഞാൻ പറ്റൂല. മധുരം ഡ്രോപ്പ് ചെയ്യല്ലേ? എനിക്ക് മധുരമാണ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്ത. നേരെ തിരിച്ചാണ്. മധുരം കഴിച്ചു പോകും. മധുരം ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം, കുഴപ്പമില്ല. സ്വീറ്റ് ഐ ക്യാൻ. ആൻഡ് ഇഫ് ഇൻ യുവർ എൻറ്റയർ, ഐ നോ യു ലൈക്ക് ഷോപ്പിംഗ്, അപ്പോൾ ഞാൻ വാർഡ്രോബ് ഇമാജിൻ ചെയ്യണം എത്ര സാധനങ്ങളാണോ അതിനകത്തുനിന്ന് ഒരു ഐറ്റം ദാറ്റ് ഞാൻ ഇനി ഒരിക്കലും പിക്കപ്പ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ദാറ്റ് ബി? എൻ്റെ ഓൾറെഡി ഉള്ള സാധനത്തിനോ? ലൈക്ക് ഐ ഹാവ് ലൈക്ക് 10 trousers, ഇനി ഞാനത് പിക്കപ്പ് ചെയ്യില്ല. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വുഡ് ബി ഡ്രോപ്പിംഗ്? I don't think I'll ever buy a leather bag. How many do you have? I have so many. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ഈ പറഞ്ഞ ഒരു ആനിമൽ ലവ് ഉള്ള കാരണം എനിക്കിപ്പോൾ അതിന് ഭയങ്കര ഗിൽറ്റിയാണ്. അതിപ്പോൾ വേറൊരു ഇതിലേക്ക് കടന്നു. അപ്പോൾ അതൊന്നും ആലോചിക്കാതെയാണ് കാണുമ്പോൾ ഭംഗി തോന്നി അങ്ങ് വാങ്ങിക്കുന്ന കുറേ ബാഗ്സ്. ഇപ്പോൾ അതെനിക്ക് വെറുതെ കൊണ്ട് കളയാൻ പറ്റില്ല. സോ ഐ എം യൂസിങ് ഇറ്റ്. ബട്ട് ഇനിയൊരു പുതിയ ഒരെണ്ണം വാങ്ങിക്കില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ലെതർ ബാഗ്സ് ഒന്നും വാങ്ങിക്കൂല. നാളായിട്ട് എന്തോ അതൊരു മനസ്സിലങ്ങ് കയറി. അതെനിക്ക് അങ്ങനെ ഒരു തലയിൽ അത് വരാൻ കുറേ സമയമെടുത്തു. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല സീരിയസ് ആയിട്ട്. കാണുമ്പോൾ ഒരു ഭംഗി തോന്നി അങ്ങ് വാങ്ങിക്കുന്നതാണ്. പിന്നീട് ഇപ്പം എനിക്കതിന് ഭയങ്കര ഗിൽറ്റി ആവും. ലെതർ വേണ്ട, അങ്ങനെ ഒരു ആനിമൽ സാധനം വേണ്ട, ഇനി ഞാൻ ലെതർ ബാഗ് വാങ്ങിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഭാവനയുടെ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് റിയലി വെൽ. What is that one routine which you never miss as far as caring for your skin or your hair? എന്താണ് ആ routine? It's difficult to maintain oneself. കുറച്ച് ജനറ്റിക്കലി ബ്ലെസ്ഡ് ആണ് ഞങ്ങൾ. ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് നല്ല സ്കിന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഇതെനിക്ക് ചെയ്യേണ്ടി വരാറില്ല. ഇപ്പം ഈവൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചാൽ അറിയാം. എനിക്ക് പറയാൻ പേടിയാണ്. പക്ഷെ കുറേ ഫ്രൈഡ് ഫുഡ് കഴിച്ചാലും എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു പിമ്പിൾ ഇതുവരെ വരാറില്ല. ടച്ച് വുഡ്. അതൊക്കെ എനിക്ക് ആ ഒരു ജനറ്റിക്കലി അമ്മയ്ക്ക് നല്ല സ്കിൻ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് സ്കിൻ കെയർ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ദ നോർമൽ സ്റ്റഫ്, സൺസ്ക്രീൻ വെനെവർ യു സ്റ്റെപ്പ് ഔട്ട്. വൈകുന്നേരം ആണെങ്കിൽ ദിസ് ക്ലെൻസിങ്, ടോണിങ്, സം സിറം, ഐ ക്രീം ആൻഡ് മോയ്സ്ചറൈസർ. That's it. Okay. Easy peasy lemon squeezy. ഏറ്റവും എളുപ്പമുള്ള കാര്യം for you, apart from acting, which is I'm sure a pro at it. Okay, something you cook for Naveen, pettannu. Or something maybe Naveen cooks for you, pettannu. Do you guys enter the kitchen? Okay, Naveen happy ആക്കണമെങ്കിൽ something that you can do. Easy peasy lemon squeezy. നവീന ഹാപ്പി ആണെങ്കിൽ അയ്യോ അതിന് ഒരു കുഴപ്പമില്ല, ഞാൻ വെറുതെ കോൾ വിളിച്ചാൽ മതി. അയ്യോടാ. ഹാപ്പി. ഞാൻ ഒട്ടും ക്ലിങ്ങി അല്ലാത്ത ഒരാളാണ്. ഞാൻ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ആ ഒരു ആവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. ഓഫ്കോഴ്സ് യൂഷ്വൽ ഗുഡ് നൈറ്റ് അതൊക്കെ ഓക്കെ, ഐ മീൻ ഇഫ് ഐ എം അവേ ഫ്രം ഇറ്റ്. അല്ലാതെ ഞാൻ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക അങ്ങനെ പോകുന്ന ഒരാളല്ല. അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നവീനത് ഇഷ്ടമാണ്. നവീനത് ഇഷ്ടമാണ്. ഞാൻ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന നവീന ഇഷ്ടം. ബുദ്ധിമുട്ടിക്കണം നവീനെ. ഞാനാണെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയില്ല. നവീൻ ബിസി ആയിരിക്കും, ഞാൻ വിളിച്ചെന്തിനാ ശല്യപ്പെടുത്തണേ, കൈൻഡ് ഓഫ് അങ്ങനെയാണ്. ഞാൻ വെറുതെ വിളിച്ചാന്ന് പറഞ്ഞാൽ അപ്പടിയാ വൈ അതിന് തന്നെ ഹാപ്പിയാ. അപ്പം ഈസി പീസി ലെമൺ സ്ക്വീസി അതാണ് ആക്ച്വലി. How easy is it? I think you should call Naveen right now. It will be super thrilling. I know. Not going to happen. Not going to happen. What's not going to happen again? What is not going to happen again? ഞാൻ പൊട്ട പടങ്ങൾ ചെയ്യൂല, എനിക്കിഷ്ടമുള്ള പടങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. അത് ഞാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലാത്ത മൂവീസ് ഞാൻ ചെയ്യില്ല എന്നുള്ളത് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. യെസ്, ഇനിയൊരു നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഏതെങ്കിലും ഭാഷയിൽ ഞാൻ വർക്ക് ചെയ്തില്ല. എത്രയോ ഭാഷകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഭാഷയിൽ ഞാൻ ഇനി വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ ഭാഷകളും എൻ്റെ പോളിസീസ് നെവർ സേ നെവർ ആണ്. കാരണം നെവർ സേ നെവർ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണ്ടാന്ന് വിചാരിക്കും, ചിലപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ലൈഫ്. ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്ന് ഒരു വലിയൊരു കാര്യത്തിനെ പറ്റി പറയാൻ എനിക്കില്ല. ചെറിയ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ കടം കൊടുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം.
അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, ഈ 15 വയസ്സ് തൊട്ട് ജോലി ചെയ്ത ഒരു പെൺകുട്ടിയല്ലേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഫിനാൻഷ്യൽ ഒരു പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല ആ സമയത്ത്, ബിക്കോസ് യുവർ ഫാദർ വുഡ് ഹാവ് ബീൻ ഹാൻഡ്ലിങ് ഇറ്റ്. എന്നാലും വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് മണി? ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും ഒരു പെൺകുട്ടിക്കോ ഒരു വ്യക്തിക്കോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഡു യു ഹാവ് എനി കോൺസെപ്റ്റ്സ് അബൌട്ട് മണി? അല്ല, നല്ലതാണ്. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതിൽ ഭയങ്കര കുറേ അർത്ഥങ്ങളുണ്ട്. അതായത് ഒന്നാമത് എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല, ഐ അഗ്രി. പക്ഷെ അതിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഫ്രീഡം ഉണ്ട്. ഡിസിഷൻസ് എടുക്കാം, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. കാരണം എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കണേ എന്നുള്ള. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അതാണ് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇത്രയും യങ് ആയിരിക്കുമ്പോഴേ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഐ സ്റ്റാർട്ടഡ് ഏർണിങ് മണി എന്നുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ അത് എനിക്ക് വേറെ ഒരാളോട് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അഥവാ പെട്ടെന്ന് ഞാനൊരു ചേഞ്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സേവ് ചെയ്യോ സ്പെൻഡ് ചെയ്യോ? സ്പെൻഡ് ചെയ്യും. സേവ് ചെയ്യുമോ? അച്ഛനുള്ള സമയത്ത് എനിക്കിതിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതിന് ശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു, ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ക്രേസാണ്. പക്ഷേ ഇപ്പോൾ മേ ബി ഐ ക്യാൻ സേ ദാറ്റ്, അതായത് ആവശ്യമില്ലാതെ ഒന്നും വാങ്ങിക്കില്ല എന്നുള്ളത്, നോട്ട് ഗോയിൻ ടു ഹാപ്പൻ എന്നുള്ളത്. അത് വേണമെങ്കിൽ എൻ്റെ കൺട്രോളിലാണല്ലോ. ബിക്കോസ് ഐ വിൽ ബൈ തിങ്സ്. ചുമ്മാ ഒരു ഡ്രസ്സായിക്കോട്ടെ, മറ്റേ ഷൂസ് ആയിക്കോട്ടെ, സൺഗ്ലാസ് ആയിക്കോട്ടെ, വാച്ച്, പിന്നെ വാട്ടർ ബോട്ടിൽസ്, എല്ലാത്തിനും എന്താ ഇഷ്ടം എന്ന് എനിക്ക് പറയാൻ പറ്റും. എല്ലാം നവ്യ നമ്മുടെ ഷോയിൽ വന്ന് പറഞ്ഞു, പൈസ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടേ ചിലവാക്കിയിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഗിൽട്ട് അടിച്ചിരിക്കുന്നു. ഞാൻ ഈ പൈസ ചിലവാക്കലുണ്ട്. ഷോപ്പിംഗ് 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 എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഷോപ്പിംഗ്, ഓൺലൈനിൽ നിന്ന് വേറെ ഷോപ്പിംഗാണ്. അമ്മ തന്നെ പറയുന്നത് എനിക്ക് തലയ്ക്ക് ഭ്രാന്താണെന്ന് ചോദിക്കും. കാരണം സ്കിൻ കെയർ ആണെങ്കിൽ സ്കിൻ കെയർ, ബോഡി കെയർ, ഹെയറിൻ്റെ കാര്യങ്ങൾ, മേക്കപ്പിൻ്റെ കാര്യങ്ങൾ എല്ലാം എനിക്കൊരു മിനി ഷോപ്പിംഗ് മോൾ തുടങ്ങാം. അത്രയ്ക്കധികം സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇഷ്ടമാണ് വാങ്ങിച്ചിങ്ങനെ. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇനി ആവശ്യം, അതായത് ദർ ഇസ് നീഡ് ആൻഡ് വാണ്ട്, സോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നോട്ട് ഗോയിങ് ബൈ, നോട്ട് ഗോയിങ് ഹാപ്പൻ. എൻ്റെ മദർ-ഇൻ-ലോ പറയും, ആവശ്യം അത്യാവശ്യം അനാവശ്യം അതറിയണം. അതെ, എവറിത്തിങ് വിൽ ബി ഓക്കെ. ദാറ്റ് ഇസ് നൈസ്. ദാറ്റ് ഇസ് ലൈക്ക് യൂണിവേഴ്സ് telling me that everything will be okay. I really hope so. Everything okay ആവട്ടെ. Everything will be okay. I really hope this is true and this is what is going to happen. Nice. You know better. You know better. I'm not at all I know it all person. So I know better. ആരോടെങ്കിലും അഡ്വൈസ്, ഒപ്പീനിയൻസ് ചോദിക്കുന്ന ആരോടാണ്? If you have a situation, a crisis situation, and you've taken some major decisions at times, ആരോട് ചോദിച്ചിട്ടാണ് ആ ഡിസിഷൻസ് എടുക്കുക? വൺ റിലയബിൾ പേഴ്സൺ. ഞാൻ ഡിസിഷൻ എടുത്തതിന് ശേഷം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുകയുള്ളൂ. ഡിസിഷൻ എടുത്തതിന് ശേഷം I'll take a decision and I will ask them. ഇപ്പം നവീനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഞാൻ ചോദിക്കും. പിന്നെ ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്ന്. അങ്ങനെ ഇങ്ങനെ ചെയ്തോട്ടെ. ബേസിക്കലി ആരോടും യു നോ ബെറ്റർ എന്ന് പറയുന്നതല്ല, സ്വയമാണ് തീരുമാനിക്കുന്നതെല്ലാം. സ്വയമാണ്. ഈവൻ കുഴപ്പങ്ങളിൽ ചെന്ന് പെടുകയാണെങ്കിലും നല്ലതിലാണെങ്കിലും ഞാൻ തന്നെ സാധനം എന്തോ ഐ എം ജസ്റ്റ് ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ റിയലി ഇൻഡിപെൻഡന്റ് ദാറ്റ് വേ. കിക്ക് യുവർ സെൽഫ്. കിക്ക് യുവർ സെൽഫ്. വാട്ട് ഡു യു വാണ്ട് ടു കിക്ക് യുവർ സെൽഫ് ഫോർ? എടുത്തു ചാടി ഡിസിഷൻസ് എടുക്കൽ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാമില്ല, ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ. വലിയ ഡിസിഷന് ചിലപ്പോൾ ഞാൻ കുറേ സമയം എടുക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞിട്ട് പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് അപ്പോൾ ഈ സ്ക്രിപ്റ്റൊക്കെ കേൾക്കുമ്പോൾ ഒരു ഡിലമ വരുമ്പോൾ, ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നൊരു ചിന്ത വരുമ്പോൾ, ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? അത് എനിക്കിപ്പോൾ അധികം ഇല്ല. കാരണം ഞാൻ കേട്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ചെയ്യില്ല. ഓക്കെ, അതിനി എന്തായാലും പറഞ്ഞു നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഓപ്ഷൻ നോക്കിക്കോളൂ, അങ്ങനെ പറയും. ഇപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് പ്രോജക്ട്സ് എക്സൈറ്റ് യു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒരു ആൻസർ ഇല്ല. കാരണം ഐ എം ആൻ ആക്ടർ ഹൂ റിയലി വോണ്ട് എക്സ്പ്ലോർ എവറിത്തിങ്. എനിക്കിത് മാത്രം ചെയ്യണം അത് മാത്രം ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. എനിക്ക് അതും എല്ലാം ചെയ്യണം. എനിക്കൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഐ ഡോണ്ട് വോണ്ട് ടു റെസ്ട്രിക്ട് മൈസെൽഫ്. ഐ വോണ്ട് ടു റീഇൻവെൻറ്റ് മൈസെൽഫ് ഡൂയിങ് everything possible. Like you give me a bold role, or give me a funny role, give me a negative role, like everything I'm going to try. I'm in that phase right now. അതിൽ എനിക്ക്
restrictions illa. As an actor, I don't want to restrict myself in anything. I really want to do everything. And this is something which I want to ask you on behalf of a lot of people out there. നമ്മളൊരു ഇൻജസ്റ്റിസ് മീറ്റ് ചെയ്യുമ്പോൾ when you are meted out with injustice, do you believe in responding and reacting, and do you feel that you should react or respond legally? നമ്മൾ റെസ്പോണ്ട് ചെയ്യണോ, ലീഗലി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വിശ്വാസമുള്ളൊരു വ്യക്തിയാണോ? Or would you think that ഈ ഒരു സിസ്റ്റം is probably beyond our hands? Truthfully, honestly, Bhavana, at this point in time. Want to say something very positive for this, but I'm not very sure also. എനിക്ക് ഒറ്റയടിക്ക് ജനറലൈസ് ചെയ്ത് പറയാനും പറ്റില്ല. അതെ. So like I have written in my post that I believe that there are some goodness somewhere, but there are not so goodness also. That is there. നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് എവർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനപ്പുറത്തേക്കുള്ളതിൽ നമുക്ക് ഇറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ, ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് നോട്ട് അസ്. സോ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ദർ ഇസ് നോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ദർ ഇസ് നോ സോഷ്യൽ ഓർഡർ. ദാറ്റ്സ് വാട്ട് അനോമി മീൻസ്. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോവും. സോ ഐ റിയലി ഹോപ്പ് ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവണം തീർച്ചയായിട്ടും. Do you believe in God? Do you have faith in God? മിക്കപ്പോഴും ഒരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണ് വിത്ത് ഗോഡ്. അത് ഞാൻ കുറേ സമയം ഒരു ഫ്രണ്ടിനെ പോലെ ആയിരിക്കും ഞാൻ ട്രീറ്റ് ചെയ്യുക ദൈവം എന്ന് പറയുമ്പോൾ. ഞാൻ കുറേ സംസാരിക്കും, ഞാൻ ഷെയർ ചെയ്യും, ഞാൻ ചോദിക്കും, ഞാൻ പ്രാർത്ഥിക്കും. ചില സമയത്ത് നമുക്ക് ഒട്ടും നമ്മൾ വിചാരിക്കാത്ത പോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാനിനി ഒന്നും പറയില്ല, ഞാനിനി ഒന്നും ചോദിക്കില്ല. യു ഡു വട്ട് എവർ യു വോണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടു സേ എനിത്തിങ് ടു യു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആദ്യം അത് പാച്ചപ്പ് ആവും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് ഐ ഹാവ് വിത്ത് ഗോഡ്. And who is that you pray to? പെട്ടെന്ന് നമ്മുടെ ഒരു ശീലം കൊണ്ട് മുൻപ് തൊട്ടേ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ തൃശ്ശൂരാണല്ലോ. പെട്ടെന്ന് നമ്മളൊരു കൃഷ്ണ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു സുബ്രഹ്മണ്യൻ, അങ്ങനെ നമ്മൾ ശീലമായി പോയി. പിന്നെ ഞാൻ കോൺവെന്റിൽ പഠിച്ച കാരണം കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ ഇപ്പോഴും പള്ളി കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കുറിച്ച് വരയ്ക്കും. ക്രിസ്ത്യൻസൊക്കെ എല്ലാം അറിയാമായിരിക്കും. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെയാണല്ലോ പഠിച്ചത്. അപ്പോൾ അതും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാനിത് പ്രാർത്ഥിക്കുകയാണ്. All right. So I am dash പൂരിപ്പിക്കണമെങ്കിൽ at this point in time, Bhavana, we are going to have a conversation later as and when you're ready. പക്ഷേ I am dash at this point ആണെങ്കിൽ what is it that comes to your mind? പെട്ടെന്ന് വരുന്ന വാക്ക്. I am shattered, maybe. Yeah. Do you remember the old Kartika menon? Yeah. She was a happy-go-lucky girl. Like always so, happy, talkative. I so remember her. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ്സ് സ്റ്റിൽ ദെയർ ഇൻസൈഡ് മീ. ആ ഒരു കാർത്തിക ഇപ്പോഴും ഉള്ളിലുണ്ട്. അതിനെ ഞാൻ ഐ വിൽ നോട്ട് ലെറ്റ് ഇറ്റ് ഗോ. ഐ ഹോൾഡ് ദാറ്റ് വെരി ക്ലോസ്ലി. ഇറ്റ്സ് സോ പ്രഷ്യസ്. പണ്ട് ഞാൻ ഒരു ഫേസിൽ ഞാൻ വളരെ ലോ ആയിട്ട്, ഇപ്പോൾ ഷാറ്റേഡ് എന്ന് പറയില്ലേ, ആ ഒരു ഫേസിലൂടെ ഞാൻ കടന്നു പോയിരുന്ന സമയത്ത് ആരോ എനിക്കൊരു ലൈൻ എഴുതി തന്നായിരുന്നു. ലെറ്റ് ദാറ്റ് ലിറ്റിൽ ലൈറ്റ് ഷൈൻ ബ്രൈറ്റ് ഇൻ യു ആൻഡ് കീപ് ദാറ്റ് ലിറ്റിൽ ലൈറ്റ് ഷൈനിങ്. മേ ദാറ്റ് ലിറ്റിൽ ലൈറ്റ് ഓൾവേസ് ഷൈൻ ബ്രൈറ്റ് ഇൻ യു. ഒരു ചെറിയ ഗിഫ്റ്റ് ഫ്രം അവർ എൻഡ് ഭാവന. ഓക്കെ, ദിസ് ഇസ് ഒരു സ്ത്രീകളുടെ ഒരു എൻ്റർപ്രൈസാണ്. അത് ഡിസ്കാർഡഡ് കോക്കനട്ട് ഷെൽസിൽ നിന്ന് അവർ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന കട്ട്ലറിയാണ്, യൂസബിൾ കട്ട്ലറിയാണ്. തേങ്ങാ കുക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ആൻഡ് ഇറ്റ്സ് കുറേ സ്ത്രീകളും ആൻഡ് ദ ഓൺടർപ്രണേഴ്സ് എ വെരി യങ് ഗേൾ അവർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. സേവ് ദ ഷെൽ. അത് റീയൂസ് ചെയ്ത് അവർ കട്ട്ലറി ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് എ സാമ്പിൾ പീസ്. Do try it out, and if you like it, you can buy more. Oh, sure. Thank you. This is so cute. Thank you so much. Thank you, sweetheart. Thanks for coming on the show. Thank you for having me. Thanks a lot. Pleasure talking to you. And same here. നമ്മുടെ പഴയ ചെറുപ്പി കാർത്തിക മേനനെ കൂട്ടി അടുത്ത തവണ വരിക. Yeah. And wish you all the best for Anomie. Thank you so much. Thank you. I'll see you.